നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി രാവിലെയിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോകുമ്പോൾ ഇന്ന് ദിവസം തുടങ്ങുന്നത് ഒരു ദുഃഖകരമായ വാർത്തയോടെയാണ്. അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുണ്ടായിരുന്ന 5.5 വയസ്സുകാരി വിഷബാധയേറ്റ് ഗുരുതരാവസ്ഥയിലായിരുന്നു. വാക്സിൻ എടുത്തിട്ടും വിഷബാധയേറ്റത് വലിയ ഞെട്ടലുണ്ടാക്കിയിരുന്നു. ആ കുട്ടി മരിച്ചു എന്ന വാർത്തയോടെയാണ്. മലയാളത്തിൻ്റെ അഭിമാനമായ പ്രിയ സംവിധായകൻ ഷാജി എൻ കരുൺ അന്തരിച്ചത് ഇന്നലെയാണ്. അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. അങ്ങനെ നമ്മുടെ വാർത്തകൾ, പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തലക്കെട്ടുകളിലേക്ക്. പ്രതിരോധ വാക്സിൻ എടുത്തിട്ടും വിഷബാധയുണ്ടായ കുട്ടി മരിച്ചു. മരിച്ചത് 5.5 വയസ്സുകാരി സിയ ഫാരിസ്. കുട്ടിയെ തെരുവ് നായ കടിച്ചത് മാർച്ച് 29-ന്. റാപ്പർ വേടനെ പൂട്ടി വനം വകുപ്പും. പുലിപ്പല്ല് കേസിൽ കസ്റ്റഡിയിൽ, വിശദമായി ചോദ്യം ചെയ്യും. ആയുധം കൈവശം വെച്ച കേസിൽ പോലീസ് ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ലഹരി ഉപയോഗവും ഗൂഢാലോചനയും ചുമത്തി പോലീസ് എഫ്ഐആർ. കഞ്ചാവ് വാങ്ങിയത് ചാലക്കുടി സ്വദേശി ആഷിഖിൽ നിന്ന്. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ചോദ്യം ചെയ്യൽ തുടരുന്നു. ടെലിവിഷൻ താരം ജിൻഡോ അടക്കമുള്ളവരെ ഇന്ന് ചോദ്യം ചെയ്യും. ശ്രീനാഥ് ഭാസിയെയും മോഡൽ സൗമ്യയെയും വീണ്ടും വിളിപ്പിച്ചേക്കും. ഷൈൻ ടോം ചാക്കോ തൊടുപുഴയിലെ ഡി അഡിക്ഷൻ സെന്ററിൽ. പഹൽഗാം ഭീകരർ അനന്ത്നാഗ് മലനിരകളിലെന്ന് നിഗമനം. മേഖലയിൽ പരിശോധന ശക്തമാക്കി സൈന്യം. ആക്രമണ രംഗം പുനരാവിഷ്കരിച്ച് NIA. നിർണായക സാക്ഷിയെ ബൈസാരണിയിൽ എത്തിച്ച് തെളിവെടുത്തു. PV അൻവർ കോൺഗ്രസിലേക്ക്. തൃണമൂൽ ബന്ധം ഉപേക്ഷിക്കുമെന്ന സൂചന. കോൺഗ്രസുമായി രഹസ്യ ചർച്ചകൾ തുടരുന്നു. ന്യൂസ് 18 ബിഗ് ബ്രേക്കിംഗ്. വിഖ്യാത സംവിധായകന് വിട നൽകി സിനിമാ ലോകം. ഷാജി എൻ കരുണിന്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് ശാന്തി കവാടത്തിൽ. രാവിലെ മുതൽ കലാഭവൻ തിയേറ്ററിൽ പൊതുദർശനം. ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരി മരുന്ന് കേസിൽ കുടുക്കിയ മുഖ്യപ്രതിയെ ഇന്ന് നാട്ടിലെത്തിക്കും. ചോദ്യം ചെയ്യലിന് ശേഷം തെളിവെടുക്കും. ഒളിവിലായിരുന്ന നാരായണദാസിനെ പിടികൂടിയത് ബാംഗ്ലൂരിൽ നിന്ന്. IPL-ൽ ചരിത്രം കുറിച്ച് വൈഭവ് സൂര്യവംശി. ഏറ്റവും പ്രായം കുറഞ്ഞ സെഞ്ചുറി നേട്ടം 14-ാം വയസ്സിൽ. പ്ലേ ഓഫ് സാധ്യത നിലനിർത്താൻ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഇന്ന് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. മലപ്പുറം പെരുവള്ളൂരിൽ വിഷബാധയേറ്റ് ചികിത്സയിലായിരുന്ന കുട്ടി മരിച്ചു. 5.5 വയസ്സുകാരി സിയ ഫാരിസ് ആണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കുഞ്ഞ് ചികിത്സയിലായിരുന്നു. വാക്സിൻ എടുത്തിട്ടും കുട്ടിക്ക് വിഷബാധയേൽക്കുകയായിരുന്നു. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, ഇന്നലെ ഒക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതീവ ഗുരുതരാവസ്ഥയിലാണ് ഈ കുഞ്ഞ് എന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ പോലും ഒരു എങ്ങനെയെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ നമ്മളെ ഞെട്ടിക്കുന്നത് ഈ വാക്സിൻ എടുത്താൽ സാധാരണ സുരക്ഷിതമെന്ന് കരുതുമ്പോഴും ഈ കുഞ്ഞ് വിഷബാധയേറ്റ് മരിക്കുന്നതാണ്. അത് കൃത്യമായി വിശദീകരിക്കേണ്ടതുണ്ട്. കാരണം ആളുകളെ വാക്സിനിൽ നിന്ന് ഒരിക്കലും അകറ്റിക്കൂടാ. അതുകൊണ്ട് തന്നെ എന്താണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്ന വിശദീകരണം? എപ്പോഴായിരുന്നു കുഞ്ഞിന്റെ അന്ത്യം? ശ്രീജ, ഇന്നലെ രാത്രി, അതായത് അർദ്ധരാത്രിയോടുകൂടിയാണ് കുഞ്ഞിൻ്റെ മരണം സ്ഥിരീകരിക്കപ്പെട്ടത്. ഇന്നലെ രാവിലെ മുതൽ തന്നെ കുട്ടിയുടെ ആരോഗ്യനില അങ്ങേയറ്റം വഷളായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയായിരുന്നു. 6 ദിവസം മുമ്പാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിച്ചത്. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും കുട്ടിയുടെ ആരോഗ്യനില വഷളായി തുടങ്ങിയിരുന്നു എന്നാണ് ഇന്നലെ അച്ഛൻ വ്യക്തമാക്കിയത്. തുടർന്ന് തിരുവനന്തപുരത്ത് അയച്ചു നടത്തിയ പരിശോധനയിൽ കുട്ടിക്ക് പേവിഷബാധ ഉണ്ട് എന്നൊരു സ്ഥിരീകരണം വരികയും ചെയ്തിരുന്നു. ഐസൊലേഷനിലായിരുന്നു. ഒപ്പം വെന്റിലേറ്റർ സൗകര്യത്തോടുകൂടി ശ്വസിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അതായത് തങ്ങളെ ഒന്ന് വാപ്പ എന്ന് വിളിക്കാൻ പോലും ആ കുട്ടി
കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തി എന്ന് ആ പിതാവ് ഇന്നലെ കണ്ണീരോടെ പറയുന്നതും നമ്മൾ കണ്ടതാണ്. എന്തായാലും എന്താണ് ഇതിൽ സംഭവിച്ചത് എന്നത് സംബന്ധിച്ച ഒരു കൃത്യമായ അന്വേഷണം ഒരുപക്ഷെ ഇനിയും വേണ്ടിവരും. കാരണം ആശുപത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന വിശദീകരണം മാരകമായ മുറിവുകളാണ് കുട്ടിക്ക് ഉണ്ടായിരുന്നത് എന്നാണ്. പ്രത്യേകിച്ചും തലയിലേറ്റ പരുക്കാണ് ഏറ്റവും ഗുരുതരമായി മാറിയത്. കുട്ടിയുടെ തലയിലും കാലിലുമാണ് ഏറ്റവും അധികം മുറിപ്പാടുകൾ ഉണ്ടായിരുന്നത്. അതിൽ തലയിൽ തന്നെ നിരവധി സ്റ്റിച്ചുകൾ, ഏതാണ്ട് 20-നടുത്ത് സ്റ്റിച്ചുകൾ തലയിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ നായ കടിച്ചപ്പോൾ തന്നെ ഈ വൈറസ് പെട്ടെന്ന് തലച്ചോറിലേക്ക് ബാധിക്കുകയും തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിക്കുകയും ചെയ്തു. അതാണ് പിന്നീടുണ്ടായ ഈ പേവിഷബാധയ്ക്ക് കാരണമെന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം. ഈ കുട്ടിക്ക് ഈ നായയുടെ കടി ഏറ്റ ഉടൻ തന്നെ ഈ തിരൂരങ്ങാടി സർക്കാർ ആശുപത്രി എത്തിക്കുകയും അവിടെ വെച്ച് ഈ പേവിഷബാധയ്ക്കുള്ള IDRV വാക്സിൻ എടുക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം ഈ കുട്ടിക്ക് പരുക്കുകളും മറ്റുമൊക്കെ മാരകമായതിനാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഏതാണ്ട് 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ പ്രാഥമിക നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി 3 മണിക്കൂർ കഴിഞ്ഞാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. എന്തായാലും മെഡിക്കൽ കോളേജിൽ എത്തിച്ചപ്പോൾ തന്നെ മുറിവിനുള്ള ചികിത്സകൾ നൽകി. പിന്നീട് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് കുട്ടിയെ വിധേയമാക്കി. കാലിൻ്റെ പരുക്കൊക്കെ ഏതാണ്ട് ഭേദമാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. എന്തായാലും ആദ്യ ദിവസം തന്നെ ഈ IDRV വാക്സിൻ എടുത്തതിനാൽ പിന്നീട് ഈ വാക്സിൻ എടുക്കേണ്ടത് 3 ദിവസത്തിന് ശേഷമാണ്. അതുകൊണ്ട് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ച ദിവസം ചികിത്സകൾ നൽകിയ ശേഷം 2 ദിവസം കഴിഞ്ഞ് വരണമെന്ന് ചൂണ്ടിക്കാട്ടി കുട്ടിയെ പറഞ്ഞയക്കുകയും പിന്നീട് ആ സമയത്ത് കുട്ടിയെത്തി അടുത്ത വാക്സിൻ എടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതൊക്കെ എടുക്കുമ്പോഴും തലച്ചോറിന് ഈ വൈറസ് ബാധിച്ചതിനാൽ ഈ പേവിഷബാധയ്ക്കെതിരായ വാക്സിനേഷൻ എടുത്താലും അത് കൂടുതൽ ഫലപ്രദമാവില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഫലപ്രാപ്തിയെക്കുറിച്ച് സംശയമുണ്ട് എന്നാണ് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധരായ ഡോക്ടർമാരൊക്കെ പറഞ്ഞത്. ഒരുപക്ഷെ ഈ കുട്ടിയെ ആദ്യ തലത്തിലേക്ക് തിരൂരങ്ങാടി ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന മുമ്പ് തന്നെ തലയിൽ കടിയേറ്റതിനാൽ ആ വൈറസ് തലച്ചോറിലേക്ക് കടന്നിരിക്കാം എന്നൊരു നിഗമനമാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. മറിച്ച് ഈ പേവിഷബാധ വാക്സിനുള്ള എന്തെങ്കിലും ന്യൂനതകളാണോ അല്ലെങ്കിൽ അതിൻ്റെ ഫലപ്രാപ്തിയിലുള്ള എന്തെങ്കിലും കാരണമാണോ എന്നതൊക്കെയുള്ള ഒരുപക്ഷെ ഇനി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ നിലവിൽ നമുക്ക് മെഡിക്കൽ കോളേജിലെ വിദഗ്ധ ഡോക്ടർമാർ നൽകുന്ന വിശദീകരണം ഇത്തരത്തിൽ തന്നെയാണ്. ഇതിനുശേഷം ഈ വാക്സിനൊക്കെ എടുത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും പോയ ശേഷവും ഈ ശസ്ത്രക്രിയക്ക് കഴിഞ്ഞതോടുകൂടി കുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടിരുന്നു. ആ പരുക്കുകൾ ഏതാണ്ട് ഉണങ്ങി തുടങ്ങി. കാലിലെ പരുക്കൊക്കെ ഏതാണ്ട് പൂർണ്ണമായും തന്നെ 2-3 ആഴ്ച കൊണ്ട് ഉണങ്ങിയെന്നാണ് ആ പിതാവ് പറയുന്നത്. അതിനുശേഷം കുട്ടി സാധാരണ നിലയിലേക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തിരുന്നു. മറ്റു കുട്ടികളോടൊപ്പം കളിക്കുക, മറ്റു വീട്ടിലെ കാര്യങ്ങളിൽ ഏർപ്പെടുക, ഇങ്ങനെയൊക്കെയുള്ളൊരു സജീവമായ രീതിയിലേക്ക് ആ കുട്ടി മാറിയിരുന്നു. ഇതിനുശേഷമാണ് 6 ദിവസം മുമ്പ് കുട്ടിക്ക് പെട്ടെന്ന് പനി പ്രകടമായത്. ശരീരമാസകലം വിറയൽ പോലുള്ള ലക്ഷണങ്ങൾ പ്രകടമാവുന്നു. ശാരീരികമായി അങ്ങേയറ്റം ദുർബലാവസ്ഥയിലേക്ക് കുട്ടി പോകുന്ന രീതിയിലാണ് കാര്യങ്ങൾ എത്തിയത്. ഇതേ തുടർന്ന് വീണ്ടും അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയും അവിടെ എത്തിയപ്പോൾ ഈ പേവിഷബാധ സ്ഥിരീകരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. എന്തായാലും അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ ദുഃഖകരമായ വസ്തുത തന്നെയാണ്. കാരണം കേവലം 5.5 വയസ്സുള്ള ഒരു കുട്ടിയാണ് ഈ തെരുവ് നായയുടെ ആക്രമണത്തിൽ മരിച്ചിരിക്കുന്നത്. 2 തരത്തിലാണ്. ഒന്ന്, ഈ തെരുവ് നായ ആക്രമണം വലിയൊരു സാമൂഹ്യ പ്രശ്നമായി സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കുട്ടി വീടിൻ്റെ അടുത്തു നിന്നും, അതായത് വീടിൽ നിന്ന് തൊട്ട് അടുത്ത് ഈ ഏതാനും വാരകൾ മാത്രം അപ്പുറത്തുള്ള കടയിൽ മിഠായി വാങ്ങാനായി അടുത്ത വീട്ടിലെ ഒരു കുട്ടിയോടൊപ്പം പോയതാണ്. അടുത്ത വീട്ടിലെ കുട്ടി ഈ നായ വരുന്നത് കണ്ടതോടെ പെട്ടെന്ന് അവിടെ നിന്നും മാറി. പക്ഷേ ഈ കുട്ടി ഇച്ചിരി സാവധാനം നടക്കുകയും മറ്റു കാര്യങ്ങളോട് പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു കുട്ടിയായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ആ സ്ഥലത്ത് നിന്ന് മാറാൻ ആ കുട്ടിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെയാണ് നായയുടെ ക്രൂരമായ ആക്രമണത്തിന് ഈ കുട്ടി വിധേയമാവേണ്ടി വന്നത്. ഒപ്പം അയൽവാസികളായ ആളുകൾ എത്തിയാണ് നായയെ ആ സ്ഥലത്തു നിന്നും ഓടിച്ചത്. ഏറെ നേരമായിട്ടും കുട്ടി, ഈ കടയിൽ പോയ കുട്ടിയെ കാണാതെ വന്നതോടുകൂടിയാണ് അമ്മ തിരക്കി ഇറങ്ങിയപ്പോഴാണ് ഈ കുട്ടിയെ കടിയേറ്റ രീതിയിലുള്ള കാണുകയും ഒക്കെ ചെയ്യും, പിന്നെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് മാറ്റുകയും ഒക്കെ ചെയ്തത്. എന്തായാലും പൊതു ഒരു ഇടത്ത് വരുമ്പോൾ 5.5 വയസ്സുകാരിയായ കുട്ടിക്ക് ഇത്തരത്തിൽ തെരുവുനായിൽ നിന്നുണ്ടാകുന്ന ആക്രമണത്തിൽ സംസ്ഥാനത്തിന് ഒരു ഉത്തരവാദിത്തമുണ്ട്. ഒപ്പം രണ്ടാമത് ഈ പരിക്കേറ്റ ഉടൻ തന്നെ കുട്ടിയുമായി ആശുപത്രിയിലേക്ക് പോയി കുത്തിവയ്പ്പടക്കം എടുത്തിട്ടും എന്തുകൊണ്ട് ഈ കുട്ടിക്ക് പേവിഷബാധ വന്നു എന്നതും ഒരു വിഷയം തന്നെയാണ്. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ കൃത്യമായൊരു വിശദീകരണം ഇനിയും അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് വിശദീകരിക്കാം. ഇന്നലെ മെഡിക്കൽ കോളേജ്
അധികൃതർ നൽകിയ വിശദീകരണങ്ങൾ രണ്ട് കാര്യങ്ങളായിരുന്നു. ഒന്ന്, തലയിലേറ്റ മാരകമായ മുറിവ്. ആ തലയിലേറ്റ മുറിവിലൂടെ തന്നെ തലച്ചോറിലേക്ക് വളരെ പെട്ടെന്ന് വൈറസ് ബാധ ഉണ്ടായി. ആ വൈറസ് ബാധയാണ് പേവിഷബാധയിലേക്ക് നയിച്ചത്. എല്ലാ തരത്തിലുമുള്ള ചികിത്സകൾക്ക് ആ കുട്ടിക്ക് നൽകിയെങ്കിലും അതിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്ത വിധം അതീവമായ ഗുരുതരമായ അവസ്ഥയിലായിരുന്നു കുട്ടിയുടെ ആരോഗ്യനില ഉള്ളത്. എന്തായാലും ഇന്ന് പുലർച്ചയോടുകൂടി തന്നെ കുട്ടിയുടെ ഭൗതിക ശരീരം ഈ മലപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നാലെ നടക്കും. എന്തായാലും ഇക്കാര്യത്തിലൊരു അന്വേഷണം അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തേക്കാം. ശ്രീജ. ശരി അനീഷ്. ഇപ്പോൾ ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ രാജീവ് ജയദേവൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ഡോക്ടർ. നമ്മൾ ഈ വാക്സിൻ്റെ കാര്യത്തിലൊക്കെ എപ്പോഴും അതീവ ശ്രദ്ധയോടെയാണ് സംസാരിക്കാറുള്ളത്. ഇതിപ്പോൾ ഈ കുഞ്ഞിൻ്റെ മരണം അത്യന്തം വേദനാജനകമാണ്. നമ്മളൊക്കെ എപ്പോഴും ആത്മവിശ്വാസത്തോടെ ആൻറ്റി റാബീസ് വാക്സിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. പക്ഷെ അപ്പോഴും പൊതുസമൂഹത്തിൽ ഒരു വലിയ സംശയം ഉണ്ടായേക്കാം, എന്തുകൊണ്ടാണ് കുഞ്ഞിന് വാക്സിൻ എടുത്തിട്ടും ഇങ്ങനെ പേവിഷബാധയും ഇപ്പോൾ മരണം വരെ സംഭവിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത് എന്ന്. അതെങ്ങനെയാണ് ഡോക്ടർ വിശദീകരിക്കുക? ആദ്യം ഇത് വളരെ ദുഃഖകരമായിട്ടുള്ള വാർത്ത തന്നെയാണ്. നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് പേവിഷബാധ എങ്ങനെ ഉണ്ടാകുന്നുവെന്ന് ഞാൻ വിശദീകരിക്കാം. ഈ നായയുടെ ഉമിനീരിൽ നിന്നും, അതായത് പേവിഷബാധയുള്ള നായയുടെ ഉമിനീരിലാണ് ഈ വൈറസ് ഇരിക്കുന്നത്. അപ്പോൾ നായ കടിക്കുമ്പോഴേക്കും ഈ ഉമിനീര് നമ്മുടെ മുറിവിൽ പറ്റിയിരിക്കുകയാണ്. പറ്റിയിരിക്കുന്ന ഉമിനീരിൽ നിന്നും വൈറസ് സാവകാശം നാഡികളിലേക്ക് കയറി പറ്റുകയും, നാഡികൾ എന്ന് പറഞ്ഞാൽ രക്തക്കുഴലുകളല്ല, നാഡികൾ, നെർവ്സ് എന്ന് പറയും. അതായത് തലച്ചോറിലേക്ക് ചെന്നെത്തുന്ന നാഡികൾ. ഒരു റെയിൽവേ ട്രാക്ക് സങ്കല്പിക്കുക, തലച്ചോറ് റെയിൽവേ സ്റ്റേഷനാണെന്ന് ഇരിക്കട്ടെ. ഈ ട്രാക്ക് വഴി അനേക ദിവസങ്ങൾ കൊണ്ടാണ് ഈ വൈറസ് തലച്ചോറിലെത്തുന്നത്. അതിനു മുൻപ് അതിനെ നമുക്ക് നിർവീര്യമാക്കാൻ സാധിക്കുക എന്നുള്ളതാണ് വാക്സിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ ട്രാക്കിന് നീളം കൂടുതലാകുമ്പോൾ, അതായത് കാലിലോ മറ്റോ കടിയേൽക്കുന്ന ആൾക്ക് ഈ ട്രാക്ക് വളരെ നീളം കൂടുതലാണ്, അതായത് തലച്ചോറിലേക്കുള്ള ദൂരം വളരെ കൂടുതലാണ്. അപ്പോൾ വൈറസിന് അവിടെ എത്താൻ അത്രയും ദിവസങ്ങൾ, ചിലപ്പോൾ ആഴ്ചകൾ തന്നെ വേണ്ടി വന്നേക്കാം. അതിനുള്ളിൽ വാക്സിൻ അതിന്റെ പ്രവർത്തനം മൂലം വൈറസിനെ നിർവീര്യമാക്കും. നേരെ മറിച്ച് നമ്മുടെ ശിരസിലാണ്, അല്ലെങ്കിൽ മുഖത്താണ്, ചെവിയിലോ മൂക്കിലോ മുഖത്തോ മറ്റോ ആണ്, അല്ലെങ്കിൽ കഴുത്തിലാണ് കടിയേൽക്കുന്നതെങ്കിൽ തലച്ചോറിന് തൊട്ടടുത്തുള്ള ഭാഗത്താണ് കടിയേൽക്കുന്നത്. അവിടെ നിന്നും ഏതാനും മില്ലിമീറ്റർ ദൂരം മാത്രമേ ഈ വൈറസിന് തലച്ചോറിലേക്ക് എത്താൻ സഞ്ചരിക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് തന്നെ വാക്സിൻ എടുത്താൽ പോലും ചില ഘട്ടങ്ങളിൽ വൈറസിനെ നമുക്ക് തടുക്കാൻ സാധിക്കുകയില്ല. ഇനി എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉമിനീരാണ് മുറിവിൽ പറ്റിയിരിക്കുന്നതെന്ന്. കടി ഏറ്റു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകണം എന്നുള്ളത് ശരിയാണെങ്കിലും അതിനു മുമ്പ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഉമിനീര് കഴുകിക്കളയുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. പരമാവധി ഫ്ലോയിങ് വാട്ടർ, അതായത് പൈപ്പ് തുറന്നുള്ള വെള്ളത്തിൽ മുറിവുകളെല്ലാം കാണിച്ച് സോപ്പ് നല്ലതുപോലെ ഇട്ട് ആ മുറിവ് ഭംഗിയായി കഴുകിക്കളയുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉമിനീരിന്റെ അളവ് കഴുകിക്കളയുന്നത് മൂലം നന്നേ കുറയുകയും ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന വൈറസുകളുടെ അളവ് നന്നേ കുറയ്ക്കുകയും ചെയ്യാം. ചെറിയ കുഞ്ഞുങ്ങളാകുമ്പോൾ പലപ്പോഴും പലയിടങ്ങളിൽ കടിയേറ്റുന്നിരിക്കാം. അവർക്ക് ചിലപ്പോൾ എല്ലാ മുറിവുകളും ചിലപ്പോൾ അവർക്ക് മുതിർന്നവരെ കാണിക്കാൻ സാധിച്ചു എന്ന് വരികയുമില്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് എയ്ഡ് എന്നുള്ള ഒരു സംഭവം എല്ലാവരും ഓർത്തിരിക്കണം. കുഞ്ഞുങ്ങളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും കടിയേറ്റു കഴിഞ്ഞാൽ, അതിപ്പോൾ നായ തന്നെ ആകണമെന്നില്ല, പൂച്ചയുടെ മാന്ത് കിട്ടിയാൽ പോലും അതിൽ നിന്നും വളരെ എളുപ്പം നമുക്ക് പേവിഷബാധ ഉണ്ടാകാം. കാരണം പൂച്ചയുടെ നഖത്തിന്റെ അറ്റത്ത് റേബീസ് വൈറസ് ഉണ്ടാകും. കാരണം പേവിഷബാധയുള്ള പൂച്ചകൾ ധാരാളമുണ്ട്. പൂച്ച മാന്തിയാൽ സാരമില്ല എന്നുള്ള ധാരണ പോലും നാട്ടിലുണ്ട്. അതുകൊണ്ട് പൂച്ച മാന്തിയാലും അതുപോലെ തന്നെ നായ കടിച്ചാലും ഉടൻ തന്നെ എന്ന് പറഞ്ഞാൽ സെക്കൻഡുകൾക്കകം അത് പൈപ്പിന്റെ വെള്ളത്തിനടിയിൽ കാണിച്ച് നല്ലതുപോലെ കഴുകി സോപ്പ് കൊണ്ട് തന്നെ കഴുകും. കാരണം സോപ്പ് എന്ന് ഞാൻ പറയാനുള്ള കാരണം ഈ വൈറസിനെ നിർവീര്യമാക്കാൻ സോപ്പിന് സാധിക്കും എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഫസ്റ്റ് എയ്ഡ് വളരെ പ്രധാനമാണ്. എത്രയും നേരത്തെ തന്നെ ആശുപത്രിയിൽ കൊണ്ടുവന്ന് മുറിവിന്റെ തീവ്രത അനുസരിച്ചാണ് ഡോക്ടർമാർ അതിന് വാക്സിനേഷൻ കൊടുക്കുക. നിർഭാഗ്യവശാൽ കുഞ്ഞുങ്ങൾക്ക് ഈ പ്രത്യേകതകൾ മൂലം പലപ്പോഴും അപായം സംഭവിക്കാറുണ്ട്. അത് വാക്സിൻ ഫലിക്കാത്തത് കൊണ്ടല്ല, വൈറസിന്റെ അളവ് കൂടുതലായതുകൊണ്ടും കുഞ്ഞു ശരീരമായതുകൊണ്ടും വൈറസിന് തലച്ചോറിലേക്ക് എത്താൻ
ദൂരം വളരെ ആയതുകൊണ്ടുമാണ്. ഇനി കുഞ്ഞുങ്ങളാവുമ്പോൾ ഓടുമ്പോൾ നിലത്ത് വീഴുകയും നായയ്ക്ക് കുഞ്ഞിന്റെ ഉയരക്കുറവ് മൂലം അവരുടെ മുഖത്തും തലയിലും മറ്റും കടിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുതിർന്നവരാണെങ്കിൽ മിക്കവാറും ഞാനുമൊക്കെ വഴിയിൽ കൂടെ നടക്കുമ്പോൾ എന്നെ തെരുവുനായ കടിച്ചിട്ടുള്ള ആളാണ്. കടിക്കുന്നത് മിക്കവാറും നമ്മുടെ കണങ്കാലിലായിരിക്കും. ഓടി വന്ന് കടിച്ചിടങ്ങ് ഓടിക്കളയും. ഇങ്ങനെയാണ് അവരുടെ രീതി. പക്ഷെ പേവിഷബാധയുള്ള പട്ടിയാണെങ്കിൽ, നായയാണെങ്കിൽ അത് നമ്മളെ വളരെ വിഷ്യസ് ആയിട്ട് ആക്രമിക്കുന്ന രീതിയാണ്, ഓടി നടന്ന് കടിക്കുന്ന രീതിയാണ് ഇവയ്ക്കുള്ളത്. അവയുടെ സ്വഭാവം ഒരിക്കലും അവയെ ഭയപ്പെടുത്തി ഓടിക്കാനൊന്നും നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് ഒഴിഞ്ഞു മാറാനുള്ള ടെക്നിക്കുകൾ അറിഞ്ഞിരിക്കണം. അടുത്തുള്ള ഏതെങ്കിലും ഗേറ്റ് ഉണ്ടെങ്കിൽ ഗേറ്റ് തുറന്ന് അപ്പുറത്തേക്ക് മാറി നിൽക്കുക, അല്ലെങ്കിൽ മതിൽ ഉണ്ടെങ്കിൽ മതിലിന്റെ പുറത്ത് കയറുക, അല്ലെങ്കിൽ അപ്പുറത്ത് ചാടുക, അല്ലെങ്കിൽ ഏതെങ്കിലും വാഹനം കിടക്കുന്നുണ്ടെങ്കിൽ അതിന് മുകളിലേക്ക് കയറുക. ഇങ്ങനെയുള്ള മാർഗങ്ങൾ മാത്രമേ നമുക്ക് ലഭ്യമായിട്ടുള്ളൂ. അല്ലാതെ ഓടി വരുന്ന നായയെ നമുക്ക് ഔട്ട് റൺ ചെയ്യാൻ സാധിക്കുകയില്ല. നായേക്കാൾ വേഗത്തിൽ ഓടാൻ മനുഷ്യന് സാധിക്കുകയില്ല. നിർഭാഗ്യവശാൽ ഇതൊക്കെയാണ് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ. ഈ ഒരു സ്വാഭാവികമായി ഇങ്ങനൊരു സംഭവം വരുമ്പോൾ ഇപ്പോൾ ഞങ്ങളായാലും റിപ്പോർട്ട് ചെയ്യുന്നത് വാക്സിൻ എടുത്തിട്ടും കുഞ്ഞ് പേവിഷബാധയെ തുടർന്ന് മരിച്ചു എന്നതാണ്. നമ്മൾ ഈ ആൻറ്റി റാബീസ് വാക്സിൻ്റെ ഫലപ്രാപ്തി എത്രത്തോളമാണ് ഡോക്ടർ? ആന്റി റേബീസ് വാക്സിന്റെ ഫലപ്രാപ്തി കൃത്യമായ ഡോസുകളിൽ കൃത്യമായ അളവിൽ എടുത്തു കഴിഞ്ഞാൽ വളരെ ഉയർന്ന ഫലപ്രാപ്തിയാണ് അതിനുള്ളത്. പക്ഷേ അതിന് എക്സെപ്ഷനായിട്ട് നിൽക്കുന്നത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ്. അതായത് വൈറസ് ലോഡ് കൂടുമ്പോൾ, വൈറസ് നമ്മുടെ തലച്ചോറിന് അടുത്ത് തന്നെ വളരെ പെട്ടെന്ന് എത്തിച്ചേരുമ്പോൾ, അല്ലെങ്കിൽ മുറിവ് കഴുകാൻ കാലതാമസം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കാണാത്ത മുറിവ്, സപ്പോസ് ആശുപത്രിയിൽ പോകുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ഒരു മുറിവ് മാത്രമേ കാണിച്ചുള്ളൂ എന്നിരിക്കട്ടെ, മറ്റേ മുറിവ് ചിലപ്പോൾ നിസ്സാരമായിട്ട് എടുത്തുനിന്നിരിക്കാം, അല്ലെങ്കിൽ ഒരു മാന്തിയ പാടായിരിക്കാം, ചിലപ്പോൾ അവിടെ ആയിരിക്കാം കൂടുതൽ വൈറസ് കടന്നുകൂടുക. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് കൊണ്ടാണ് ഇതിന്റെ ഫലപ്രാപ്തി കുറഞ്ഞു വരുന്നത്. ശരി ഡോക്ടർ, വളരെ നന്ദി ഇത്ര വിശദമായി കാര്യങ്ങൾ പറഞ്ഞു തന്നതിന്. ഡോക്ടർ രാജീവ് ജയദേവനാണ് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത്. പ്രേക്ഷകരുടെ അറിവിലേക്ക് ആൻറ്റി റാബീസ് വാക്സിൻ വളരെയേറെ ഉയർന്ന ഫലപ്രാപ്തിയുള്ളൊരു വാക്സിനാണ്. പക്ഷേ ചില ദൗർഭാഗ്യകരമായ ഇത്തരം സാഹചര്യങ്ങളിൽ, സന്ദർഭങ്ങളിൽ വാക്സിൻ ഗുണം ചെയ്യാതെ, ഫലം ചെയ്യാതെ പോവും. അങ്ങനെ നിർഭാഗ്യകരമായൊരവസ്ഥയാണ് ഈ കുഞ്ഞിനെ സംബന്ധിച്ചുണ്ടായത്. അനീഷ് തുടരുന്നുണ്ട്. അനീഷ്, ഇപ്പോൾ ഡോക്ടർ വ്യക്തമാക്കുകയുണ്ടായി ഈ എന്തുകൊണ്ടാണ് വാക്സിൻ എടുത്തിട്ടും കുഞ്ഞ് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്ന് വ്യക്തമാക്കുകയുണ്ടായി. പക്ഷെ അപ്പോഴും ഇന്നലെ ഈ കുട്ടിയുടെ അച്ഛനും അല്ലെങ്കിൽ ബന്ധുക്കളുമൊക്കെ വേണ്ട വിധത്തിൽ കുഞ്ഞിനെ ചികിത്സ നൽകിയില്ല എന്നൊരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതിൽ എത്രത്തോളം കഴമ്പുണ്ട്? ശ്രീജ, നമുക്ക് ഇന്നലെ നമ്മൾ ആശുപത്രിയിലെ മെഡിക്കൽ കോളേജിലെ വിദഗ്ധരാണ്, ഒന്നിലധികം വിദഗ്ധരോട് ഇക്കാര്യത്തിൽ സംസാരിച്ചിരുന്നു. പ്രത്യേകിച്ചും കുഞ്ഞിനെ ചികിത്സിച്ച ഡോക്ടർമാരോട് തന്നെ സംസാരിച്ചിരുന്നു. അപ്പോൾ അവരും പറയുന്നത് ഈ തലച്ചോറിൽ കടിയേറ്റതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ തലയിൽ കടിയേറ്റതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഈ തലച്ചോറിലേക്ക് വൈറസ് ബാധ എത്തി. അതായത് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഒരുപക്ഷെ വൈറസ് ബാധ തലച്ചോറിലെത്തി അത് ശരീരത്തെ കീഴടക്കുന്ന, നാഡീവ്യൂഹത്തെ കീഴടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. പിന്നീട് അത് ഈ കുട്ടിയിൽ പ്രകടമാവാൻ കുറച്ച് താമസമെടുത്തു എങ്കിൽ പോലും അത് പെട്ടെന്ന് നാഡീവ്യൂഹത്തിലേക്ക് എത്തപ്പെട്ടു എന്നത് തന്നെയാണ് അവർ നൽകിയ വിശദീകരണം. ഒപ്പം ഈ നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഒരുപാട് കടി ശരീരത്ത് ഏറ്റിരിക്കുന്നു. ഈ കാലിൻ്റെ ഭാഗത്തൊക്കെ മാംസം പൂർണ്ണമായി പുറത്തേക്ക് വരുന്ന രീതിയിൽ കടിച്ചു, ഒപ്പം തലയിൽ കടിച്ചു, ഒപ്പം ഈ നെഞ്ചിൻ്റെ ഭാഗത്ത് കടിച്ചു. അങ്ങനെ പലയിടങ്ങളിലായാണ് ഈ കുട്ടിക്ക് ഓടാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഈ നായയെ കണ്ടപ്പോൾ രക്ഷപ്പെട്ടു ഓടാൻ കഴിയാത്ത ഒരു സാവധാനത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രകൃതക്കാരിയാണ് എന്ന് കുട്ടിയുടെ അച്ഛൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഈ കുട്ടിയുടെ ശരീരത്തിൽ ഒരുപാട് ഇടങ്ങളിൽ കടിച്ചിരിക്കാം. ആ മുറിപ്പാടുകളൊക്കെ കൃത്യമായി ഒരുപക്ഷെ കണ്ടെത്താൻ കഴിയുകയോ ഈ നായ മാന്തുന്ന പോലുള്ളൊക്കെ അങ്ങനെ പല രീതിയിലായിരിക്കാം ഈ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആവാം. കാരണം ആദ്യ മണിക്കൂറുകളിൽ തന്നെ വാക്സിൻ എടുത്തു, പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിൽ എത്തിക്കുന്നു, അവിടെ കൃത്യസമയത്ത് വാക്സിനേഷൻ നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് വാക്സിനേഷൻ എടുക്കാതിരുന്നു എന്നത് ഇക്കാര്യത്തിൽ വരുന്നില്ല. ഈ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെയാണ് മെഡിക്കൽ കോളേജിലെ അധികൃതരും വ്യക്തമാക്കിയത്. ചില സമയങ്ങളിൽ ഈ ആൻറ്റി റാബീസ് വാക്സിൻ ഫലപ്രദമല്ലാതെ വരുന്ന
സാഹചര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഈ മുഖത്തോ ചെവിയിലോ മൂക്കിലോ ഒന്നുമല്ല, കൃത്യമായി തലയിലാണ് ഈ കടിയേറ്റത്. അതുകൊണ്ട് തലയിൽ നിന്നും തലച്ചോറിലേക്കുള്ള ദൂരമെന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. ഈ സഞ്ചരിക്കാനുള്ള സമയദൈർഘ്യമൊക്കെ വളരെ കുറവാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു സംഭവം നടന്നതെന്ന് അവർ പറയുന്നു. പിന്നീട് ഈ ഫസ്റ്റ് എയ്ഡ് പ്രാഥമിക ശുശ്രൂഷയൊക്കെ നൽകിയതുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായ വിവരമൊന്നും അവരുടെ ഭാഗത്തും ഉണ്ടായില്ല. നമുക്കറിയാം, ഈ തലയ്ക്ക് മറ്റുമൊക്കെ പരിക്കേൽക്കുമ്പോൾ ഒരുപക്ഷെ വെള്ളത്തിൽ കഴുകാനും നിൽക്കാൻ സ്വാഭാവികമായും അതാവാനാണ് സാധ്യത. ഒരുപക്ഷെ തലയിൽ ഇത്രയും വലിയ മുറിവൊക്കെ ഉള്ളപ്പോൾ അത് ഈ പറയുന്ന ഒഴുകുന്ന വെള്ളത്തിൽ കഴുകുന്നതിനെ കുറിച്ചൊന്നും ഒരുപക്ഷെ വീട്ടുകാരോ അവരോ ചിന്തിച്ചു കാണില്ല. പക്ഷേ ഏറ്റവും ദൗർഭാഗ്യകരമാണ് ഒരു കുഞ്ഞിൻ്റെ മരണം, അതും തെരുവ് നായ കടിച്ച് പേവിഷബാധയേറ്റ്. നമ്മുടെ കേരളം ആരോഗ്യപരമായി വളരെ മുന്നിലാണ്. ഇത്തരം തെരുവ് നായ ആക്രമണമൊക്കെ ഉണ്ടാകുമ്പോൾ പോലും റാബീസ് വാക്സിൻ, ആൻറ്റി റാബീസ് വാക്സിനൊക്കെ എടുത്ത് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറില്ല. പക്ഷേ ഇത് അത്യന്തം ദുഃഖകരമാണ്. ഒരു കുഞ്ഞിൻ്റെ ജീവൻ ഇങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്. നേരത്തെ ഡോക്ടർ രാജീവ് ജയദേവൻ പറഞ്ഞതുപോലെ തന്നെ പേവിഷബാധയേറ്റ ഒരു നായയോട് നമുക്കൊരിക്കലും നേരിട്ട് നിൽക്കാനാവില്ല. എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഒഴിഞ്ഞു മാർഗം മാത്രമാണ് ചെയ്യാനുള്ളത്. ഇനി അഥവാ അത്തരത്തിൽ തെരുവുനായയുടെ ആക്രമണം ഉണ്ടായാൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ആ മുറിവ് കഴുകി വൃത്തിയാക്കുക എന്നതാണ്. അങ്ങനെ ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടായെങ്കിൽ പോലും ഇനി ഇത്തരം സംഭവങ്ങൾ ഇല്ലാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. അനീഷാണ് വിശദമായ വിവരങ്ങൾ കോഴിക്കോട് നിന്ന് നൽകിയത്. നമ്മൾ ഇന്നത്തെ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ് ഇനി പോകുന്നത്. റാപ്പർ വേടൻ ഉൾപ്പെട്ട കഞ്ചാവ് കേസിലെ FIRന്റെ വിവരങ്ങൾ ന്യൂസ് 18. കഞ്ചാവ് വലിക്കുന്നതിനിടെയാണ് വേടനും സംഘവും പിടിയിലായത്. ചാലക്കുടി സ്വദേശി ആഷിഖിൽ നിന്നാണ് കഞ്ചാവ് വാങ്ങിയത്. ലഹരി ഉപയോഗവും ഗൂഢാലോചനയും ചുമത്തിയാണ് പോലീസിന്റെ FIR. ഇതിനിടെ പുലിപ്പല്ല് കൈവശം വെച്ചതിന് ഇന്നലെ കസ്റ്റഡിയിലെടുത്ത ശേഷം വേടനെ കോടനാട്ടെ വനംവകുപ്പിന്റെ ഓഫീസിൽ എത്തിച്ചിരുന്നു. അവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നുണ്ട്. വിവരങ്ങളുമായി ഡാനി പോൾ. ഡാനി, കഞ്ചാവ് ഉപയോഗിക്കുമ്പോഴാണ് പിടിയിലായത് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. നമ്മളിപ്പോൾ കാണുമ്പോൾ സോഷ്യൽ മീഡിയയിലുമൊക്കെ വേടന് വലിയ പിന്തുണയൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ അപ്പോഴും കുറ്റകരമായ ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അത് കഞ്ചാവ് ഉപയോഗിച്ചു, കഞ്ചാവ് കൈവശം വെച്ചു, അത് നിയമപ്രകാരം തെറ്റാണ്. അപ്പോഴാണ് ഈ പുലിപ്പല്ല് കേസ് കൂടി വരുന്നത്. ഇപ്പോൾ എങ്ങനെയാണ് ഈ രണ്ട് കേസിലും അന്വേഷണം മുന്നോട്ട് പോകുന്നത്? ശ്രീജ, ഇതില് ഈ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേടനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കും ജാമ്യം ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അതേസമയം തന്നെ വനം വകുപ്പ് കൂടി കേസെടുത്തിട്ടുണ്ട്. അത് ഈ പുലിപ്പല്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് കേസെടുത്തിട്ടുണ്ട്. അത് 2 വകുപ്പുകളുണ്ട്. അതിൽ ഒന്ന് ജാമ്യമില്ലാത്തതും ജാമ്യമുള്ളതുമായ 2 വകുപ്പുകളുടെ ഒരു ഇതാണ് അവർ ചുമത്തിയിരിക്കുന്നത്. ഇതിൽ ഇന്ന് അവർ ചോദ്യം ചെയ്യും. ഇന്നലെ തന്നെ വേടനെ ഇവിടെ നിന്ന് കോടനാടേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കോടനാട് TV-യിലായിരിക്കും ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുക. ഇന്ന് രാവിലെയോടുകൂടി ചോദ്യം ചെയ്യൽ, പ്രത്യേകിച്ച് ഇതെങ്ങനെയാണ് കൈവശം വന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞത് ഇത് ഒരു സുഹൃത്തെ സംബന്ധിച്ച് തായ്ലൻഡിൽ നിന്ന് കിട്ടിയതാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ പിന്നീട് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഒരു ആരാധകൻ, തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു ആരാധകനാണ് തനിക്ക് ഈ സമ്മാനിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞത്. പക്ഷേ അതിൽ ഒരു കൃത്യമായ ഉത്തരം വേണം. കാരണം ഇത് ഈ സംരക്ഷിതമായ വന്യജീവികളുടെ ഗണത്തിൽപ്പെടുന്ന അതിൻ്റെ അവശിഷ്ടങ്ങൾ, അത് പുലിപ്പല്ലോ മറ്റെന്തെങ്കിലും നഖമോ എന്തെങ്കിലും ആയാലും സംരക്ഷിത മൃഗങ്ങളുടെ പട്ടികയിൽ പെടുകയാണെങ്കിൽ അതിൻ്റെ ഏത് അവശിഷ്ടങ്ങൾ സൂക്ഷിക്കുന്നെങ്കിലും അത് കുറ്റകരമായ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതിൽ കൃത്യമായ രീതിയിൽ ഇത് എവിടെ നിന്ന് എന്ന സംബന്ധിയായ കാര്യങ്ങളിൽ അന്വേഷണം വേണം. അതുകൊണ്ടാണ് ഇതിൽ ഇന്ന് ചോദ്യം ചെയ്തടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. ഇന്നലെ തന്നെ കോടനാട് എന്നുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി. ഇന്നലെ ഈ ചോദ്യം ചെയ്തതിന് ശേഷം ഇത് ജാമ്യത്തിലേക്ക്, ഈ കഞ്ചാവ് കേസടക്കമുള്ള കാര്യങ്ങൾ ജാമ്യത്തിലേക്ക് പോകുമ്പോൾ തന്നെയും ഈ കാര്യങ്ങളിൽ സംശയം തോന്നി. ഇത് പുലിനഖമാണോ പുലിപ്പല്ലോ എന്ന കാര്യത്തിലൊരു സംശയം തോന്നിയിരുന്നു. അപ്പോൾ അത് വനംവകുപ്പിനെ അറിയിക്കുകയും അവർ പരിശോധന നടത്തി ഇത് ഉറപ്പിക്കുകയും ചെയ്തു. ഇത് യഥാർത്ഥത്തിലുള്ളതാണ്, ഒറിജിനലാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ അവർ ഉറപ്പിക്കുകയും ചെയ്തതോടുകൂടിയാണ് അവർ കൂടി കേസെടുക്കുകയും പിന്നീട് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ഇവിടേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. ഈ ചോദ്യം ചെയ്തതിന് ശേഷം ഇന്ന് ഉച്ചയോടുകൂടി പെരുമ്പാവൂർ മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റ് സുഹൃത്തുക്കൾക്കെല്ലാം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജാമ്യം ലഭിച്ചിട്ടുണ്ട്. എന്തായാലും
ഇതിൽ അളവ് കുറവാണ്, കഞ്ചാവ് ഉപയോഗിച്ചതിൽ അളവ് കുറവാണ് എന്നതെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. പക്ഷേ ഈ FIRലെ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അവർ ഇത് ബോധപൂർവമായിട്ട് തന്നെ കൂട്ടം കൂടിയിരുന്ന് ഇത് കഞ്ചാവ് വലിക്കുകയായിരുന്നു. അവിടെ തിന്മേശയ്ക്ക് ചുറ്റുമിരുന്ന് ഇവരെല്ലാവരും തന്നെ ഉപയോഗിക്കുന്ന ഒരു കാഴ്ചയാണ് അവിടേക്ക് ഈ പോലീസ് സംഘം എത്തുമ്പോൾ കാണുന്നത്. മുറിക്കകത്ത് നിറയെ രൂക്ഷഗന്ധമായിരുന്നു, ഈ കഞ്ചാവ് പുകയുടെ രൂക്ഷമായ ഒരു ഗന്ധമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഈ ചോദ്യം ചെയ്യൽ എല്ലാവരും തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഇത് ഒരു ആഷിക്കിൽ നിന്ന്, തൃശ്ശൂർ സ്വദേശി ആഷിക്കിൽ നിന്നാണ് ഇവർ വാങ്ങിയത്. 2 പാക്കറ്റാണ് വാങ്ങിയത്. അതിൽ ഒരു പാക്കറ്റ് പൂർണ്ണമായും അവർ ഉപയോഗിച്ചിരുന്നു. രണ്ടാമത്തെ പാക്കറ്റിൻ്റെ അതിൻ്റെ ഒരു ഉപയോഗത്തിലേക്കും കാര്യങ്ങളിലേക്കും കടക്കുകയായിരുന്നു. അപ്പോഴാണ് രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം അവിടെ പരിശോധനയ്ക്ക് വേണ്ടി എത്തുന്നത്. ചോദ്യം ചെയ്യലിൽ കഴിഞ്ഞ 3 വർഷമായി താൻ ഇത് കഞ്ചാവ് ഉപയോഗിക്കുന്ന ഒരാളാണെന്ന് വേടൻ പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പ്രത്യേകിച്ച് ഈ ലഹരി കേസ്, കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടുത്തയിടെ പോലീസും എക്സൈസും നിരന്തരമായ രീതിയിലുള്ള പരിശോധനകളും കാര്യങ്ങളും നടത്തി വരികയാണ്. പല വിൽപ്പനക്കാരെയും തന്നെ അന്വേഷണം എത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇവരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളായി നടക്കുന്ന ഈ തുടർച്ചയായ പരിശോധനകൾ, അറസ്റ്റുകളെല്ലാം തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു റാപ്പർ വേടൻ്റെ ഫ്ളാറ്റിലടക്കം ഇന്നലെ പരിശോധന നടത്തിയത്. അവിടെ നിന്ന് ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം പക്ഷേ അപ്പോഴുമുണ്ട്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ വരുന്ന വാർത്തകളിൽ ഈ വലിയ പേരുകൾ വരുമ്പോൾ നമ്മുടെയൊക്കെ ശ്രദ്ധ അതിലേക്കാണ്. പക്ഷേ അവരിൽ നിന്ന് പിടിച്ചെടുക്കുന്നത് 1.6 ഗ്രാം കഞ്ചാവും അല്ലെങ്കിൽ 6 ഗ്രാം കഞ്ചാവും ഒക്കെയാണ്. പക്ഷേ നമ്മുടെ കേരളത്തിൽ വളരെ സജീവമായി ഒരു രാസലഹരി വേട്ട നടന്നിരുന്നു. അതിനെക്കുറിച്ച് വലിയ വാർത്തകളൊന്നും ഇല്ലാതാവുന്നു. അല്ലെങ്കിൽ അത്തരം വലിയ വേട്ടയിലേക്ക് പോകാതെ എക്സൈസ് ഇത്തരം വലിയ പേരുകളിൽ ചെറിയ അളവിൽ അവർക്കൊക്കെ ജാമ്യം ലഭിക്കാവുന്ന കുറ്റവുമാണ്. ആ തരത്തിലൊരു വിമർശനം കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ സജീവമായി ഉയരുന്നുണ്ട്. തീർച്ചയായും ശ്രീജ, കാരണം അത് പലരും തന്നെ ചോദിക്കുന്ന കാര്യമാണ്. ഇവരിപ്പോൾ തന്നെ പുറത്തേക്ക് വരുമല്ലോ എന്ന രീതിയിൽ തന്നെയാണ് ഈ കഞ്ചാവ് എത്രമാത്രം പിടികൂടി എന്നതെല്ലാം തന്നെ പറഞ്ഞപ്പോൾ ഈ വേടൻ സുഹൃത്തുക്കളും 9 പേരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവരെല്ലാം കൂടിയാണ് വളരെ കുറഞ്ഞ അളവിലുള്ള ഒരു ലഹരി ഉപയോഗം അവിടെ നടത്തുകയും ചെയ്യുന്നത്. പക്ഷേ ഈ നിരോധിക്കപ്പെട്ട ഈ ലഹരി വസ്തുക്കൾ തന്നെയാണ്, അതെല്ലാം ഉപയോഗിക്കുന്നത് കുറ്റകരം തന്നെ. ഇന്നലെ ഒരു എക്സൈസ് സംഘത്തോട് സംസാരിക്കുമ്പോൾ, ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇതിൽ കൂടുതൽ അവബോധം സൃഷ്ടിക്കാനായിട്ട് ഇത്തരം നടപടികൾ സഹായിക്കുമെന്ന് പറയുന്നു. പൊതുജനങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിലേക്ക് കുറച്ചുകൂടി തങ്ങൾ മറ്റു വലിയ ഉന്നതരിലേക്കും കാര്യങ്ങളിലേക്കും എത്തുന്നു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു ചങ്ങല മുറിക്കുന്നതിന് ഇത്തരം നടപടികൾ ഒരു പരിധിവരെ സഹായകരമാണ് എന്നവർ പറയുന്നു. കാരണം കുറേ അധികം പേർ ഇതിന് ഇടനിലക്കാരെങ്കിലും താൽക്കാലികമായെങ്കിലും അവർ ഒരു പിൻവാങ്ങുന്ന രീതിയിലേക്ക് അടക്കം വരുത്തുന്നതിന് ഈ ഒരു നടപടികളിലേക്ക് സഹായിക്കും. കാരണം ഉന്നതരെ ഇപ്പോൾ നമ്മൾക്കറിയാം, ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുകയാണെങ്കിൽ കഴിഞ്ഞ് ഒരു മാസത്തെ കണക്കെടുക്കുകയാണെങ്കിൽ തന്നെ കിലോ കണക്കിന് കഞ്ചാവാണ് അവിടെ നിന്ന് പിടികൂടുകയും എല്ലാം തന്നെ ചെയ്തത്. കാരണം അവിടേക്ക് വരുന്ന ഈ ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന ട്രെയിനുകളിൽ 10ഉം 15ഉം കിലോ കഞ്ചാവായിട്ട് വരുന്നു. പലതും ഉപേക്ഷിക്കപ്പെട്ട രീതിയിൽ കാണുന്നു. അങ്ങനെ അതൊരു നിത്യസംഭവമേ അവിടെ ആയിരിക്കുകയാണ്. പലരും തന്നെ ഈ അതിഥി തൊഴിലാളികളായി ആദ്യഘട്ടത്തിൽ ഇവിടെ എത്തിയവർ പലരും ഇതിൻ്റെ ഇടപാടുകാരാവുന്നു, ഇടനിലക്കാരാവുന്നു. അങ്ങനെയുള്ള പല സ്ഥിതിവിശേഷങ്ങളുമുണ്ട്. അത് ഒരു ഭാഗത്ത് തുടങ്ങി ഇപ്പോൾ അത് വലിയ രീതിയിലേക്ക് ഈ പരിശോധനകളിലേക്ക് പോകുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുക. കാരണം അത് ഒരു പരിധിവരെ കുറഞ്ഞിട്ടുണ്ട് എന്നാണ് എക്സൈസ് സംഘവും പോലീസും എല്ലാം തന്നെ പറയുന്നത്. പിന്നീട് ഈ നഗരത്തിൽ വിതരണം ചെയ്യുന്നവരിലെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു അന്വേഷണം എല്ലാം തന്നെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത്തരം നടപടികൾ ഈ ചങ്ങല മുറിക്കുന്നതിന് സഹായകരമാകും എന്ന ഒരു വിശ്വാസത്തിലാണ് എക്സൈസ് സംഘം ഈ രീതിയിലേക്കെല്ലാം തിരിയുന്നത്. വലിയ ആഡംബര ഫ്ലാറ്റുകളിലേക്ക്, വലിയ ഹോട്ടലുകളിലേക്ക്, ഇതെല്ലാം തന്നെ ഈ പരിശോധനകളായിട്ട് നീങ്ങുന്നതിൻ്റെ ഒരു സാങ്കത്യം അവർ പറയുന്നത് പൊതുജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു അറിവുണ്ടാകുന്നു. ഇന്നലെ സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞതും അത് തന്നെയാണ്. ശരി ഡാനി, നമുക്ക് എന്തായാലും വരും ബുള്ളറ്റിനിലും വളരെ വിശദമായി തന്നെ ഇക്കാര്യങ്ങളിലേക്ക് പോകാം. പക്ഷെ അപ്പോഴും ഈ കണ്ണിയുടെ ഇങ്ങേ അറ്റത്തുള്ളവർ മാത്രം മതിയോ? കണ്ണി തുടങ്ങുന്ന സ്ഥലത്തേക്ക് കൂടി അന്വേഷണം എത്തണ്ടേ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അറ്റത്തെ കണ്ണി മുറിയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് പൊതുജനങ്ങൾക്ക് മുന്നിൽ എത്തുന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് ഉപയോഗിക്കുന്ന ആരായാലും നിയമത്തിന് മുന്നിൽ കുറ്റക്കാരാണ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവുമാണ്. പക്ഷെ അപ്പോഴും ഇതെവിടെ നിന്ന് വരുന്നു, ആരാണ് ഇതിൻ്റെ ഏറ്റവും അറ്റത്തുള്ളത് എന്നത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ മുൻ ബിഗ് ബോസ് ജേതാവ് ജിൻഡോ, സിനിമാ മേഖലയിലെ നിർമ്മാണ സഹായ ജോഷി എന്നിവർ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകും. പിടിയിലായ പ്രതി തസ്ലിമ സുൽത്താനുമായി ഇരുവർക്കുമുള്ള ഇടപാടുകളിൽ വ്യക്തത വരുത്താനാണ് ചോദ്യം ചെയ്യൽ.
ശരണ്യ സ്നേഹജനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശരണ്യ, ഇന്നലെ തുടങ്ങിയ മൊഴിയെടുക്കലാണ്, ചോദ്യം ചെയ്യലാണ്. ഇന്നിപ്പോൾ ഇവർ രണ്ടുപേരും വരുന്നു. എന്തൊക്കെയാണ് ഇന്നത്തെ വിശദാംശങ്ങൾ? ഇന്നലെ ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ശരണ്യ, ചെറിയൊരു ഓഡിയോ പ്രശ്നമുണ്ട്, വളരെ പെട്ടെന്ന് തിരിച്ചെത്താം. ഇന്നലെ ചോദ്യം ചെയ്യലിൽ കാര്യങ്ങൾ മനസ്സിലായത്, ഇന്നലെ വിളിച്ചു വരുത്തിയ ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസി എന്നിവരുമായി ലഹരി ഇടപാടുകൾ നടന്നിട്ടുണ്ടെങ്കിലും ആലപ്പുഴയിലെ കഞ്ചാവ് കേസിൽ ഇവർക്ക് രണ്ടുപേർക്കും ബന്ധമില്ല എന്നാണ് എക്സൈസ് സംഘം കണ്ടെത്തിയിട്ടുള്ളത്. ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗം തനിക്കൊരു വലിയ പ്രശ്നമാണ് എന്ന് പറഞ്ഞതിനെ തുടർന്ന് തൊടുപുഴയിലെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് ഷൈനെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതടക്കമുള്ള വിവരങ്ങൾ ശരണ്യ നൽകും. ശരണ്യ, പറഞ്ഞോളൂ. ശ്രീജ, ഇന്നലെ ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും ഒപ്പം തന്നെ സൗമ്യയും ഇവർ 3 പേരെയുമാണ് എക്സൈസ് 10 മണിക്കൂറിലേറെ ചോദ്യം ചെയ്തത്. ഇതിൽ ലഹരി ഉപയോഗത്തെ സംബന്ധിച്ച, അതായത് ലഹരി ഇടപാടുകൾ, പെൺവാണിഭ ഇടപാടുകളെ സംബന്ധിച്ച ചില സ്ഥിരീകരണങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഹൈബ്രിഡ് കേസുമായി ബന്ധപ്പെട്ട, അതായത് ആലപ്പുഴയിലെ കേസുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകളിൽ ഇവർക്ക് പങ്കില്ല എന്നുള്ളതാണ് പ്രാഥമികമായുള്ളൊരു വിലയിരുത്തൽ. അതായത് നിലവിൽ അത്തരത്തിൽ ഉള്ള ഈ ആലപ്പുഴയിൽ എത്തിച്ച ലഹരി വസ്തു ഇവർ കൈപ്പറ്റിയതായിട്ടുള്ള, അല്ലെങ്കിൽ അതിൻ്റെ എറണാകുളത്ത് കൈപ്പറ്റിയിട്ടുള്ള വിശദാംശങ്ങൾ എക്സൈസിന് ലഭിച്ചിട്ടില്ല. ഈ ട്രാൻസാക്ഷൻ രേഖകൾ കൂടുതലും പെൺവാണിഭ ഇടപാടുകളുമായി ബന്ധപ്പെട്ടും അല്ലാതെയുള്ള സഹായവുമാണ് എന്നുള്ളതാണ് ഈ സൗമ്യയുമായിട്ടുള്ളത് ഷൈൻ ടോം ചാക്കോയും ഒപ്പം തന്നെ ശ്രീനാഥ് ഭാസിയും സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ ഇവർക്ക് അതിനകത്ത് പങ്കില്ല എന്നുള്ള ഒരു നിഗമനത്തിൽ എക്സൈസ് പോകുമ്പോഴും ആവശ്യമെങ്കിൽ വീണ്ടും ചോദ്യം ചെയ്യുമെന്നുള്ള ഒരു നിലപാടിലാണ്. സംശയ ദൂരീകരണം പൂർണ്ണമായി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് കുമാർ ചോദ്യം ചെയ്യലിന് ശേഷം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇനിയും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചില കാര്യങ്ങൾ കൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും വിളിച്ചു വരുത്തും നടന്മാരെ എന്നുള്ളതാണ് വ്യക്തമാക്കിയത്. ഇന്നലെ ഷൈനെ ഈ ചോദ്യം ചെയ്യലിനിടയിൽ തന്നെ പലതവണ അസ്വസ്ഥത, ഡി അഡിക്ഷൻ അസ്വസ്ഥത പ്രകടിപ്പിച്ച ഷൈനെ, വിഡ്രോവൽ സിൻഡ്രോം പ്രകടിപ്പിച്ച ഷൈനെ പിന്നീട് വൈകിട്ട് കൂടി, അതായത് രാത്രി 7:30 ഡി അഡിക്ഷൻ സെന്ററിലേക്ക് എക്സൈസിന്റെ നേതൃത്വത്തിൽ തന്നെ മാറ്റി. ഷൈന്റെ കുടുംബാംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയും സഹോദരനും ഒക്കെ എക്സൈസ് ഓഫീസിൽ എത്തിയിരുന്നു. ഷൈനെ രാത്രിയോടുകൂടി തൊടുപുഴയിലെ സേക്രഡ് ഹാർട്ട് ഡി അഡിക്ഷൻ സെന്ററിലേക്ക് എക്സൈസ് അവരുടെ വാഹനത്തിൽ തന്നെയാണ് കൊണ്ടുപോയിരിക്കുന്നത്. എക്സൈസിന്റെ ഒരു മോണിറ്ററിംഗിൽ തന്നെയായിരിക്കും ഷൈൻ്റെ ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് കുമാർ വ്യക്തമാക്കിയത്. എന്തായാലും നിലവിൽ ഷൈൻ ടോം ചാക്കോയും ഭാസിക്കും ഇതിനകത്ത് ഈ ആലപ്പുഴയിൽ എത്തിയ കഞ്ചാവുമായുള്ള ബന്ധമില്ല എന്നുള്ളൊരു വിവരം ആണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇന്നും ചോദ്യം ചെയ്യൽ തുടരും. ഇന്ന് ബിഗ് ബോസ് താരം ജിൻഡോയെയും ഒപ്പം തന്നെ നിർമ്മാണ സഹായിയായ ജോഷിയുമാണ് ചോദ്യം ചെയ്യുന്നത്. ജിൻഡോയ്ക്ക് ഈ തസ്ലിമയുമായും ഒപ്പം തന്നെ സൗമ്യയുമായും പണമിടപാടുകൾ ഉണ്ട് എന്നുള്ളതാണ് എക്സൈസ് സംഘം സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ പണം എന്തിനു നൽകി, എന്തായിരുന്നു ഇടപാടുകൾ എന്നതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും വിശദമായ മൊഴി എടുക്കുന്നതിന് വേണ്ടിയാണ് എത്തിയിട്ടുള്ളത്. 10 മണിക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. സൗമ്യ, ശ്രീജ. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്. മറ്റു വാർത്തകളിലേക്ക് വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. ഭീകരർക്കായി കശ്മീരിൽ തിരച്ചിൽ. പഹൽഗാമിൽ ആക്രമണ രംഗം പുനരാവിഷ്കരിച്ച് NIA നിർണായക സാക്ഷിയെ ബൈസാരണിൽ എത്തിച്ചാണ് തെളിവെടുത്തത്. ആക്രമണം നടക്കുന്ന സമയത്ത് ഇയാൾ ഭീകരർ കാണാതെ മരത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. സാംബ കട്വ അതിർത്തിയിലൂടെ 1.5 വർഷം മുൻപാണ് ഭീകരർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയതെന്നാണ് വിവരം. ഇവർ ഇപ്പോൾ അനന്ത്നാഗ് മലനിരകളിൽ ഉണ്ടെന്നാണ് നിഗമനം. രാകേഷ് വിവരങ്ങളുമായി. രാകേഷ്, ഇത് വളരെ പെട്ടെന്ന് ഉള്ള ഒരു നുഴഞ്ഞുകയറ്റമോ പെട്ടെന്ന് വന്ന് ആക്രമിച്ചു പോവുകയോ അല്ലായിരുന്നു? പലരും ചോദിച്ചത് അങ്ങനെയാണ്. എങ്ങനെ ഇവർ ഇവിടം വരെ എത്തി എന്നൊക്കെയുള്ള ചോദ്യങ്ങളായിരുന്നല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നത്. ഇപ്പോൾ NIA എത്തുന്ന നിഗമനങ്ങൾ എന്തൊക്കെയാണ്? ഈ ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്?
ശ്രീജ, തീർച്ചയായും സാധാരണഗതിയിൽ കനത്ത മഞ്ഞ് വീഴുന്ന കാലത്താണ് ഭീകരർ അതിർത്തി മറികടന്ന് ഇന്ത്യയിലേക്ക് എത്താറ്. പിന്നീട് വനമേഖലയിൽ ഒളിക്കുകയും അതിനുശേഷം അവസരം നോക്കി ഇത്തരം ആക്രമണങ്ങൾ നടത്തുകയാണ് പതിവ്. ഈ ആക്രമണം നടത്തിയ പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരും ഏതാണ്ട് 1.5 വർഷം മുമ്പ് ഇന്ത്യയിൽ എത്തിയതാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മാത്രവുമല്ല, കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് ഇവർ ഇത്തരത്തിൽ ആക്രമണം നടത്തുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇവർക്കായുള്ള തെരച്ചിൽ നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് 4 തവണ ഇവരെ ലൊക്കേറ്റ് ചെയ്തു, 1 തവണ വെടിവെപ്പുണ്ടായി. പക്ഷെ അവരെ പിടികൂടാൻ സാധിച്ചില്ല. ആ പ്രദേശത്തിൻ്റെ ആനുകൂല്യം മുതലെടുത്ത് അവർ രക്ഷപ്പെടുത്തുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ അവർ അനന്ത്നാഗ് മലനിരകളിലുണ്ട് എന്ന നിഗമനത്തിൽ തന്നെയാണ്. അവിടെയാണ് പ്രാദേശിക സഹായം ഒക്കെ ലഭിച്ചുകൊണ്ടൊരു തെരച്ചിൽ ഇപ്പോൾ ഊർജിതമായി തന്നെ നടക്കുന്നത്. ഏതായാലും ഒരു വശത്ത് എൻഐയുടെ അന്വേഷണം ഊർജിതമായി തന്നെ തുടരുന്നുണ്ട്. എൻഐഎ സംഘം കഴിഞ്ഞ ദിവസം ബംഗളൂരുവിലെത്തി കൊല്ലപ്പെട്ട അവരുടെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചിരുന്നു. അവരുടെ മൊഴിയൊക്കെ തന്നെ രേഖപ്പെടുത്തിയിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു നിർണായക സാക്ഷിയുടെ മൊഴി രേഖപ്പെടുത്തി എന്നുള്ളതാണ്. കാരണം ഈ ആക്രമണം നടക്കുന്ന സമയത്ത് പ്രദേശവാസിയായി ഇയാൾ അവിടെ ഉണ്ടായിരുന്നു. ഈ ഭീകരിൽ നിന്ന് രക്ഷപ്പെടാൻ ഇയാൾ മരത്തിന് മുകളിൽ കയറി ഏതാണ്ട് 1 മണിക്കൂർ നേരം ഒളിച്ചിരുന്നു എന്നാണ് എൻഐഎ പറയുന്നത്. ഇയാളെ അവിടെ എത്തിച്ച് ഈ രംഗം പുനരാവിഷ്കരിക്കുകയാണ് ചെയ്തത്. മാത്രവുമല്ല, മറ്റ് കേസുകളിൽ നിന്ന്, മറ്റ് ആക്രമണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ കേസിന് ഉണ്ടായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിന് തെളിവുകളുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ദൃശ്യങ്ങളടക്കം പലരും പകർത്തിയിട്ടുണ്ട്. അത് പ്രാദേശികമായ അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾ തന്നെ പകർത്തിയിട്ടുണ്ട്, അല്ലാതെ ടൂറിസ്റ്റുകൾ പകർത്തിയിട്ടുണ്ട്. പലരുടെയും മൊബൈലിൽ ഇതിനോടകം തന്നെ ഭീകരരുടെ ചിത്രങ്ങളും ദൃശ്യങ്ങളൊക്കെ തന്നെ പതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തെളിവ് ഉണ്ട്. അപ്പോൾ ഇയാളുടെ മൊബൈലടക്കം പരിശോധിച്ചു വരികയാണ് ഇപ്പോൾ എൻഐഎ. ഏതായാലും ഒരു വശത്ത് എൻഐഎയുടെ അന്വേഷണവും വിശദമായി തന്നെ നടക്കുന്നു. ഏതായാലും ഇപ്പോൾ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് 1.5 വർഷം മുമ്പാണ് ഈ ഭീകരർ, അതായത് 3 പേരുടെ കൃത്യമായ വിവരങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതിൽ തന്നെ പാകിസ്ഥാൻ സ്വദേശിയായ അലിബായും ഒപ്പം തന്നെ ഹാഷിം മൂസയുമാണ് 1.5 വർഷം മുമ്പ് അതിർത്തി മറികടന്ന് ഇവർ സാംബ കട്ടുവ മേഖലയിലൂടെയാണ് ഇന്ത്യയിലേക്ക് പ്രവേശിച്ചത്. അവിടെ ഇന്ത്യൻ അതിർത്തിയിലെ വേലി മുറിച്ചുകൊണ്ടാണ് ഇവർ അകത്തേക്ക് പ്രവേശിച്ചത് എന്നാണ് ലഭ്യമാകുന്ന വിവരം. മാത്രവുമല്ല, മൂസ നേരത്തെയും ഈ 1.5 വർഷത്തിനിടയിലും പല ആക്രമണങ്ങളിലും പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് സെഡ്മോറ ടണലിൽ തൊഴിലാളികൾക്ക് നേരെ ആക്രമണം നടന്നിരുന്നു. മാസങ്ങൾക്ക് മുമ്പ് അന്ന് 7 പേരാണ് കൊല്ലപ്പെട്ടിരുന്നത്. ആ ആക്രമണത്തിലും പ്രധാന പങ്ക് ഇയാൾ വഹിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം നൽകുന്ന വിവരം. ഇങ്ങനെ ഏതായാലും ഒരു വശത്ത് അന്വേഷണം എൻഐഎയുടെ ഊർജിതമായി തന്നെ നടക്കുന്നു, മറുവശത്ത് സൈനിക തലത്തിലുള്ള നീക്കങ്ങളും ഇന്ത്യ ചർച്ച ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ നിർണായക യോഗമൊക്കെ തന്നെ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും സാന്നിധ്യത്തിൽ ചേർന്നിരുന്നു. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ തന്നെ അത്തരമൊരു സൈനിക നീക്കം അതിർത്തിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ശ്രീജ. രാഗേഷാണ് വിവരങ്ങൾ നൽകിയത് നാഷണൽ ഡെസ്കിൽ. മറ്റു വാർത്തകൾ നോക്കാം. PV അൻവർ തൃണമൂൽ ബന്ധം ഉപേക്ഷിച്ച് കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തുമെന്ന് സൂചന. കോൺഗ്രസ് നേതൃത്വവുമായി തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം നടന്ന കൂടിക്കാഴ്ചയിൽ വിഷയം ചർച്ചയായതായാണ് വിവരം. മലപ്പുറത്തു നിന്നുള്ള ഒരു വിഭാഗം നേതാക്കളുടെ വിയോജിപ്പ് തുടരുന്നതിനിടെയാണ് അൻവറിനെ പാർട്ടിയിൽ ഉൾപ്പെടുത്താനുള്ള നിർണായകമായ ചർച്ചകൾ രഹസ്യമായി പുരോഗമിക്കുന്നത്. ന്യൂസ് 18 ബിഗ് ബ്രേക്കിംഗ്. തൃണമൂൽ കോൺഗ്രസിനെ UDF-ൽ ഘടകകക്ഷിയാക്കുന്നതിനുള്ള പ്രായോഗിക തടസ്സങ്ങൾ കോൺഗ്രസ് നേതൃത്വം PV അൻവറിനെയും അദ്ദേഹത്തിന്റെ വിശ്വസ്തരെയും ബോധ്യപ്പെടുത്തിയതിന് പിന്നാലെയാണ് അൻവറിനെ കോൺഗ്രസിന്റെ ഭാഗമാക്കാനുള്ള നിർണായക ചർച്ചകൾക്ക് വഴി തുറന്നത്. തൃണമൂൽ കോൺഗ്രസിലെ PV അൻവറിന്റെ വിശ്വസ്തർ ഒഴികെയുള്ളവർ TMC ബന്ധം ഉപേക്ഷിച്ചുകൊണ്ടുള്ള കോൺഗ്രസ് പ്രവേശനത്തോട് കടുത്ത വിയോജിപ്പ് ആദ്യം തന്നെ അറിയിച്ചിരുന്നു. KPCC അധ്യക്ഷൻ K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൂടിയായ രമേശ് ചെന്നിത്തലയും PV അൻവറുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഈ രാഷ്ട്രീയ നീക്കത്തിന് സാധ്യത തെളിഞ്ഞത്. കോൺഗ്രസ് നേതൃത്വവുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെ UDF-ലെ പ്രധാന ഘടകകക്ഷി നേതാക്കളുമായി വസതികളിലെത്തി അൻവർ നടത്തിയ കൂടിക്കാഴ്ച തന്റെ രാഷ്ട്രീയ നീക്കത്തിന് പിന്തുണ ഉറപ്പാക്കുന്നതിന് വേണ്ടിയെന്നാണ് വിവരം. അതേസമയം മലപ്പുറത്തു നിന്നുള്ള KPCC ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം അൻവറിനെ കോൺഗ്രസിന്റെ ഭാഗമാക്കാനുള്ള തീരുമാനത്തോട് വിയോജിപ്പ് അറിയിച്ചതായാണ് സൂചന. BJP പാളയത്തിൽ നിന്ന് സന്ദീപ് വാര്യരെ കോൺഗ്രസിൽ എത്തിച്ചത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ UDF-ന് മുൻതൂക്കം നൽകിയതിന് സമാനമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അൻവറിന്റെ സാന്നിധ്യം കോൺഗ്രസ് ക്യാമ്പിന് ആവേശം പകരുമെന്ന വിലയിരുത്തലിലാണ് മുതിർന്ന നേതാക്കൾ. 2-ാം തീയതി ചേരുന്ന UDF യോഗത്തിന് പിന്നാലെ അൻവർ വിഷയത്തിലെ പൊളിറ്റിക്കൽ സസ്പെൻസിനും അവസാനമായേക്കും. അതേസമയം നിലമ്പൂർ സ്ഥാനാർത്ഥിത്വത്തിനായി VS ജോയിയും ആര്യടൻ ഷൗക്കത്തും കടുംപിടുത്തം തുടരുന്നതിനിടെ PV അൻവറിനെ കോൺഗ്രസിന്റെ ഭാഗമാക്കാനുള്ള നേതൃത്വത്തിന്റെ തീരുമാനം അപ്രതീക്ഷിത നീക്കങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണെന്ന അഭ്യൂഹവും ഏറുകയാണ്. ഡാൻ കുര്യൻ, ന്യൂസ് 18,
തിരുവനന്തപുരം. വി അരുൺ വിശദാംശങ്ങളുമായി. അരുൺ, വളരെ ശ്രദ്ധേയമായൊരു വാർത്തയാണ്. പ്രത്യേകിച്ച് നിലമ്പൂരിൽ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവുമോ ഇല്ലയോ എന്ന കാര്യത്തിലൊക്കെ ഇന്നലെ സംശയങ്ങൾ നമ്മൾ പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവുകയാണെങ്കിൽ കോൺഗ്രസിന് അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. അത് പൂർണ്ണമായും വിനിയോഗിക്കാൻ അൻവറിനെ പോലെ ഒരാൾ കൂടെ വരുന്നത് നല്ലതാണ്. പക്ഷേ അതിന് കോൺഗ്രസിനകത്തെ അഭിപ്രായം എന്തെന്നറിയേണ്ടതുണ്ട്. ഒപ്പം തൃണമൂൽ ബന്ധം ഉപേക്ഷിച്ച് വരുമ്പോൾ അൻവറിനൊപ്പം പോയവരുടെ അഭിപ്രായവും അറിയേണ്ടതുണ്ട്. ഏതൊക്കെ രീതിയിലാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്? ഇത് ഏതുവരെ എത്തിയിട്ടുണ്ട് ഈ ചർച്ചകൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ശ്രീജ, നിലമ്പൂരിലൊരു പരാജയം കോൺഗ്രസിന് UDF ചിന്തിക്കാനാകുന്ന ഒന്നല്ല. കാരണം അവിടെ ഇടതുമുന്നണിയുടെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നുവെങ്കിൽ പോലും PV അൻവർ ആണ് അവിടുത്തെ MLA തന്നെയാണ് CPM വിട്ട് UDFിലേക്ക് അല്ലെങ്കിൽ UDF സഹകരിക്കാൻ തയ്യാറെടുത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു വിജയത്തിൽ കുറഞ്ഞതൊന്നും കോൺഗ്രസിന്, പ്രത്യേകിച്ചും ഈ പൊതു തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം അവശേഷിക്കെ ഒരു പരാജയം UDFിന് ചിന്തിക്കാവുന്നതല്ല. പക്ഷെ വിജയിച്ചാൽ അത് വലിയ നേട്ടമായി, വലിയ ആത്മവിശ്വാസമായി എടുക്കുകയും ചെയ്യാം. അവിടെയാണ് എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഉപയോഗപ്പെടുത്താൻ കോൺഗ്രസ് തീരുമാനിക്കുന്നത്. മറിച്ച് അൻവറിനാകട്ടെ CPMനെ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ച് പുറത്തു വന്ന ശേഷം ഒരു രാഷ്ട്രീയ തണൽ വേണം. അത് തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടി രൂപീകരിക്കുമ്പോൾ അത്തരമൊരു ലക്ഷ്യമാണ് PV അൻവർ മുന്നോട്ട് വച്ചത്. പക്ഷേ തൃണമൂൽ കോൺഗ്രസ് രൂപീകരിച്ച ശേഷം, തൃണമൂൽ കോൺഗ്രസിൽ അംഗത്വം എടുത്ത ശേഷം അല്ലെങ്കിൽ തൃണമൂലിന്റെ സംസ്ഥാനത്തെ കോർഡിനേറ്ററായി മാറിയ ശേഷം അത്തരമൊരു ലക്ഷ്യമാണ് PV അൻവർ മുന്നോട്ട് വച്ചത്. പക്ഷേ ആ തൃണമൂലുമായി UDFിലേക്ക് എത്താൻ അൻവറിന് വലിയ തടസ്സങ്ങളുണ്ട്. UDF നേതൃത്വം അത് അനുവദിക്കുന്നില്ല. മാത്രവുമല്ല, കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവും തൃണമൂൽ കോൺഗ്രസിനെ ഘടകകക്ഷിയാക്കാനുള്ള സമ്മതം അല്ലെങ്കിൽ അതിനെ എതിർപ്പ് ഇതിനകം നേതൃത്വം അറിയിച്ചത്. അവിടെയാണ് അൻവറിന് തിരിച്ചടിയായത്. തൃണമൂൽ കോൺഗ്രസിന്റെ എന്ന പാർട്ടിയെ തന്നെ മുന്നണിയിലേക്ക് വരാനാണ് PV അൻവർ ശ്രമിച്ചത്. അത് ഒരിക്കലും സാധ്യമല്ല എന്ന് കോൺഗ്രസ് നേതൃത്വം ചർച്ചകളിലൂടെ PV അൻവറെ അറിയിച്ചു കഴിഞ്ഞു. അവിടെയാണ് അൻവർ പുതിയ വഴികൾ തേടുന്നത്. അൻവറിനോട് KPC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഒക്കെ അന്നത്തെ ചർച്ചയ്ക്ക് ശേഷം പറഞ്ഞത്, നിങ്ങൾ ഒരു പുതിയ പാർട്ടി രൂപീകരിച്ച്, മാണി സി കാപ്പന്റെ മാതൃകയാണ് അവർ അന്ന് ചൂണ്ടിക്കാണിച്ചത്, മാണി സി കാപ്പൻ രൂപീകരിച്ചതുപോലെ ഒരു പുതിയ പാർട്ടി രൂപീകരിച്ച് മുന്നണിയുമായി സഹകരിക്കണം, അല്ലെങ്കിൽ RMPയും മറ്റും ചെയ്യും പോലെ മുന്നണിക്ക് പുറത്തുനിന്ന് സഹകരിക്കണം. ഇതാണ് അൻവറിന് മുൻപാകെ കോൺഗ്രസ് നേതൃത്വം വച്ച ഒരു നിർദ്ദേശങ്ങൾ. അതിനുമപ്പുറത്തേക്ക് നിർദ്ദേശം കൂടി നേതാക്കൾ, അത് സുധാകരൻ നേതാക്കൾ അൻവറിനെ അറിയിച്ചത് കോൺഗ്രസിൽ അംഗത്വം എടുക്കുക, അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് വരിക, കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിക്കുക. PV അൻവർ നേരത്തെ കോൺഗ്രസുകാരനായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ PV അൻവറിന് പുറത്തേക്കുള്ള വഴി ചൂണ്ടിക്കാണിച്ചു കൊടുക്കുമ്പോൾ, അദ്ദേഹത്തെ വിമർശിക്കുമ്പോൾ പറഞ്ഞത് PV അൻവറിന്റെ ചരിത്രമാണ്, അദ്ദേഹത്തിന്റെ കോൺഗ്രസ് ബന്ധമാണ്. ആ കോൺഗ്രസിലേക്ക്, അദ്ദേഹത്തിന്റെ മാതൃ സംഘടനയിലേക്ക് തിരിച്ചു പോകുക എന്ന വഴിയും PV അൻവറിന്റെ മുന്നിലുണ്ട്. അൻവർ ഇപ്പോൾ അതാണ് ലക്ഷ്യമിടുന്നതാണ് ലഭിക്കുന്ന വിശ്വസനീയമായ സൂചനകൾ. അങ്ങനെയെങ്കിൽ PV അൻവർ വൈകാതെ കോൺഗ്രസിന്റെ ഭാഗമാകും, അല്ലെങ്കിൽ കോൺഗ്രസിൽ അംഗത്വം എടുക്കും. അങ്ങനെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ, ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുകയാണെങ്കിൽ, ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ ചില അനിശ്ചിതത്വങ്ങൾ ബാക്കിയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുകയാണെങ്കിൽ അതിനു മുമ്പ് തന്നെ PV അൻവർ കോൺഗ്രസിലെത്തും. ഒരുപക്ഷെ അടുത്ത തവണ അവിടെ മത്സരിക്കാനുള്ള സാധ്യതകൾ പോലും അൻവറിന് മുന്നിൽ ആ രീതിയിൽ തുറന്നു വരികയും ചെയ്യും. ഏതായാലും അൻവർ തൃണമൂൽ വിട്ട് പോകുന്നതിനോടോ അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് പോകുന്നതിനോടോ പുതിയ പാർട്ടി രൂപീകരിക്കുന്നതിനോട് അൻവറിനൊപ്പമുള്ളവർ, അത് നേരത്തെ CPM എന്ന ആളുകളുണ്ട്, തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായുള്ളവരുണ്ട്, അൻവർ വന്ന ശേഷം തൃണമൂൽ വന്ന ചില നേതാക്കളും ഒക്കെയുണ്ട്. അവർക്കാർക്കും യോജിപ്പില്ല. കോൺഗ്രസിലെ ഒരു വിഭാഗത്തിനും PV അൻവറിനെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് എടുക്കുന്നതിനോട് യോജിപ്പില്ല എന്നാണ് മനസ്സിലാക്കുക കഴിയുന്നത്. പക്ഷേ അവിടെ നിർണായക തീരുമാനം പ്രതിപക്ഷ നേതാവിന്റേതും അതുപോലെ KPC അധ്യക്ഷന്റേതുമാകും. അവർ രണ്ടുപേരും ഇതിന് അനുകൂലമായി നിന്നാൽ ഒരുപക്ഷെ അൻവറിന്റെ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകും. അല്ലെങ്കിൽ അൻവർ എന്ത് ചെയ്യുമെന്ന കാര്യത്തിൽ ഇപ്പോഴുള്ള ആശങ്ക തുടരും. ഏതായാലും PV അൻവർ കോൺഗ്രസിലേക്ക് വരാനുള്ള സാധ്യത ഇപ്പോൾ തുറന്നു വരികയാണ്. പ്രത്യേകിച്ച് ആര്യാടൻ ഷൌക്കത്തിന്റെ അഭിപ്രായം ഇക്കാര്യത്തിൽ നിർണായകമാണ്. കാരണം അവരെ അങ്ങനെ തള്ളിക്കളയാൻ കോൺഗ്രസിന് കഴിയില്ലല്ലോ. ഏതെങ്കിലും ഒരു നിലയ്ക്ക് PV അൻവർ അങ്ങോട്ടേക്ക് വരുന്നത് ആര്യാടൻ ഷൌക്കത്ത് അംഗീകരിക്കുമോ, അല്ലെങ്കിൽ നിലമ്പൂരിലെ ഷൌക്കത്തിനൊപ്പമുള്ള കോൺഗ്രസുകാർ അംഗീകരിക്കുമോ? തീർച്ചയായിട്ടും ആര്യാടൻ മുഹമ്മദിന്റെ കുടുംബാംഗങ്ങൾ മാത്രമല്ല, അവിടെ അല്ലാതെ ചില വിഷയങ്ങളുണ്ട്. PV അൻവറുമായി മറ്റു ചില പ്രധാനപ്പെട്ട നേതാക്കൾക്ക് തന്നെ, മലപ്പുറത്ത് മറ്റു ചില പ്രധാന നേതാക്കൾക്ക് തന്നെ PV അൻവർ കോൺഗ്രസിലേക്ക് വരുന്നതിനോടോ അല്ലെങ്കിൽ PV അൻവറെ കോൺഗ്രസിൽ എടുക്കുന്നതിനോടോ യോജിപ്പില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതൊക്കെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ കോൺഗ്രസിനെ ഞാൻ ആദ്യം സൂചിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ അവിടെ ഒരു പരാജയം കോൺഗ്രസിന് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. അങ്ങനെയെങ്കിൽ ഇത്രയും നാൾ സർക്കാരിനെതിരെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം കോൺഗ്രസിന്
വിഴുങ്ങേണ്ടി വരും, അല്ലെങ്കിൽ അതൊന്നും ശരിയല്ല എന്ന് ഇടതുമുന്നണി സ്ഥാപിക്കും. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും നിലമ്പൂർ പിടിച്ചെടുക്കുക, ജയിക്കുക. കോൺഗ്രസിന് UDFന് അത്രയേറെ സ്വാധീനമുള്ളൊരു മണ്ഡലമാണ് നിലമ്പൂർ. അവിടെ ഇതിലധികം അനുകൂല സാഹചര്യങ്ങൾ കോൺഗ്രസിന് ഉണ്ടാകാനിടയില്ല. CPMന്റെ ഇടതുമുന്നണിയുടെ MLA തന്നെ കോൺഗ്രസിലേക്ക് വരുന്നു. ആ MLA തന്നെ ഇടതുമുന്നണിക്കെതിരെ പ്രതിഷേധ സമരങ്ങൾ നടത്തുന്നു, അല്ലെങ്കിൽ അവർക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തുന്നു. ആ ഒരു സാഹചര്യത്തിൽ പോലും നിലമ്പൂർ പിടിച്ചെടുക്കാനായില്ലെങ്കിൽ കോൺഗ്രസിന് ആ സീറ്റ് ചിന്തിക്കാൻ കഴിയില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും അവരുടെ ആത്മവിശ്വാസത്തെ ബാധിക്കുന്ന ഏറ്റവും വലിയ വിഷയമായത് മാറും. അതുകൊണ്ട് തന്നെ എല്ലാ സമവായ വഴികളും തേടി നിലമ്പൂർ പിടിച്ചെടുക്കുകയാണ് കോൺഗ്രസിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനുവേണ്ടി ചില വിട്ടുവീഴ്ചകൾ കോൺഗ്രസ് നേതൃത്വം തയ്യാറായിരിക്കും. അവിടെയാണ് PV അൻവറിന് വഴിയൊരുങ്ങുന്നത്. PV അൻവർ കോൺഗ്രസിലേക്ക് എത്താനുള്ള സാധ്യതകൾ അവിടെയാണ് തുറക്കുന്നത്. ശരി അരുൺ, അത് കാത്തിരുന്ന് കാണാം എന്തൊക്കെയാണ് ആ രാഷ്ട്രീയ നീക്കങ്ങൾ. നിലമ്പൂരാണ് പ്രധാനം. അപ്പോൾ ആ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യത്തിന് വേണ്ടി എന്തൊക്കെ വിട്ടുവീഴ്ചകൾ കോൺഗ്രസിന് ചെയ്യാൻ കഴിയും, എങ്ങനെയൊക്കെ മൂവ് ചെയ്യും എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. അന്തരിച്ച വിഖ്യാത സംവിധായകനും ഛായാഗ്രാഹകനുമായ ഷാജി എൻ കരുണിന്റെ സംസ്കാരം ഇന്ന് നടക്കും. വൈകിട്ട് 4-ന് ശാന്തി കവാടത്തിലാണ് സംസ്കാര ചടങ്ങുകൾ. രാവിലെ മുതൽ കലാഭവൻ തിയേറ്ററിൽ പൊതുദർശനം നടക്കും. വിശദാംശങ്ങളുമായി അരുൺ തന്നെയാണ് ചേരുന്നത്. അരുൺ, തിരുവനന്തപുരത്തിന്റെ, കേരളത്തിന്റെ ഏറ്റവും അഭിമാനമായ സംവിധായകൻ, ഛായാഗ്രാഹകൻ ആണ് വിട പറയുന്നത്. എങ്ങനെയാണ് തലസ്ഥാനം അദ്ദേഹത്തിന് വിട നൽകാൻ ഒരുങ്ങുന്നത്? മലയാളത്തിന്റെ പുതിയ ചലച്ചിത്ര ഭാഷയും അതുപോലെ ദൃശ്യഭാഷയെ ചമച്ച ചലച്ചിത്രകാരനാണ് ഷാജി എൻ കരുൺ. തീർച്ചയായിട്ടും മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ക്ലാസിക്കുകൾ മലയാളത്തിന് സമ്മാനിച്ച സംവിധായകൻ, അതിലുമുപരി ഛായാഗ്രാഹകൻ. അദ്ദേഹത്തിന്റെ വലിയൊരു ശിഷ്യ ഗണമുണ്ട്, വലിയ ഒരു ആരാധക വൃന്ദമുണ്ട്. ആ സമാന്തര സിനിമകളുടെയും അതുപോലെ തന്നെ ക്ലാസിക് സിനിമകളുടെയും ഒക്കെ ആരാധകർ എന്നും ഷാജി എൻ കരുണിനെ ആ തലപ്പൊക്കത്തോടെ കാണുന്ന ആളുകളാണ്. അദ്ദേഹം സാംസ്കാരിക രംഗത്ത്, സംഘടനാ രംഗത്തൊക്കെ നിറഞ്ഞു നിന്ന സ്ഥലമാണ് തിരുവനന്തപുരം. ആ ഒരു തിരുവനന്തപുരം സാംസ്കാരിക രംഗം ഷാജി എൻ കരുണിന് അതിനനുസരിച്ചുള്ള വിട നൽകാൻ ഒരുങ്ങുകയാണ്. മലയാളി എക്കാലത്തെയും പ്രധാനപ്പെട്ട, എക്കാലത്തെയും മികച്ച ചലച്ചിത്രകാരന്മാരൊരാൾ. അദ്ദേഹത്തിന്റെ വിയോഗം ആ രീതിയിൽ ചലച്ചിത്ര മേഖലയെ, സാംസ്കാരിക മേഖലയ്ക്ക് ദുഃഖമുണ്ടാക്കുന്ന ഒന്നാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതശരീരമുള്ള അദ്ദേഹത്തിന്റെ വസതിയിലാണ്. അവിടെ നിന്ന് 10 മണിയോടുകൂടി അദ്ദേഹത്തിന്റെ പ്രവർത്തന കേന്ദ്രമായ, കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ അദ്ദേഹത്തിന്റെ പ്രവർത്തന കേന്ദ്രമായ ചലച്ചിത്ര അക്കാദമിയുടെ ആസ്ഥാനത്തേക്ക്, ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ആസ്ഥാനത്തേക്ക് കലാഭവൻ തിയേറ്ററിനടുത്തുള്ള ഓഫീസിലേക്ക് കൊണ്ടുവരും. അവിടെ അദ്ദേഹത്തിന്റെ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം വൈകിട്ട് 3 മണിക്ക് ശാന്തി കവാടത്തിലാണ് സംസ്കാരം. അദ്ദേഹത്തിന് ഇന്നലെ തന്നെ വീട്ടിലെത്തി നിരവധി ആളുകൾ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചിരുന്നു. കലാഭവനിലും അതിനുള്ള സൗകര്യമുണ്ടാകും. മലയാള സിനിമയുടെ, മലയാള സാംസ്കാരിക രംഗത്തെ, തിരുവനന്തപുരത്തെ പൗരാവാലിയുടെ ഒക്കെ വലിയ ആദരം അദ്ദേഹത്തിന് ഈ പൊതുദർശനത്തിൽ ലഭിക്കും. അതിനുശേഷം ഔദ്യോഗിക ബഹുമതികളോടെയാകും ഷാജി എൻ കരുണിന്റെ, മലയാളികളുടെ പ്രിയ ചലച്ചിത്രകാരന്റെ, വിഖ്യാത ചലച്ചിത്രകാരന്റെ സംസ്കാരം ഇന്ന് നടക്കുക. ശ്രീജ, അരുണാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി അരുണിൽ നിന്ന് തേടാം. തിരുവനന്തപുരം പോത്തൻകോട് ഗുണ്ടാപ്പകയ്ക്കൊടുവിൽ യുവാവിനെ കൊന്ന് കാൽ വെട്ടി എറിഞ്ഞ കേസിൽ വിധി ഇന്ന്. മംഗലപുരം സ്വദേശി സുധീഷിനെയാണ് 11 പേരടങ്ങുന്ന സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. വിവരങ്ങളുമായി അരുൺ തന്നെ ചേർന്നു. അരുൺ, ഒരു ഇടവേളയ്ക്ക് ശേഷം തിരുവനന്തപുരം നഗരത്തെ ഞെട്ടിച്ച ഒരു ഗുണ്ടാപ്പക കേസായിരുന്നു അന്ന് പോത്തൻകോട് ഉണ്ടായത്. ഇന്നിപ്പോൾ കോടതി വിധി പറയുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഒരുപക്ഷെ സിനിമയിലൊക്കെ കണ്ട് പരിചയമുള്ള ഒരു കൊലപാതക ദൃശ്യം മലയാളി അന്ന് ഈ CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതോടുകൂടി നേരിട്ട് കാണുകയായിരുന്നു. അത്രയധികം ക്രൂരമായ ഒരു കൊലപാതകം. ഗുണ്ടാ കുടിപ്പകയുടെ ഇരയായി മറ്റൊരു സമാനമായി പ്രവർത്തിച്ച ഒരാൾ മാറി എന്നുള്ളതായിരുന്നു, അല്ലെങ്കിൽ അത്തരം സംഘങ്ങളുമായി ബന്ധമുണ്ടായ ഒരാൾ മാറി എന്നുള്ളതായിരുന്നു ഈ കൊലപാതകത്തിന്റെ ഒരു പ്രത്യേകത. തിരുവനന്തപുരത്തെ അല്ലെങ്കിൽ കേരളത്തിന് ഞെട്ടിച്ച എന്ന് തന്നെ നമുക്ക് പറയാം. സാധാരണ പറയുന്നതിനപ്പുറത്തേക്ക് ആ രീതിയിലുള്ള ഒരു കൊലപാതകം, അത്ര ക്രൂരമായ ഒരു കൊലപാതകമായിരുന്നു. ഗുണ്ടാ കുടിപ്പകയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. കാൽ വെട്ടിയെടുത്ത് ഓടിച്ചിട്ട് സുധീഷിനെ വെട്ടി കൊലപ്പെടുത്തി, അല്ലെങ്കിൽ കൊലപ്പെടാൻ ശ്രമിച്ചു. അതിനുശേഷം കാല് വെട്ടിയെടുത്ത് കൊലപാതകം ആഘോഷിക്കുകയായിരുന്നു ഒരു പറ്റം ക്രിമിനലുകൾ. അത് സുധീഷിന്റെ എതിർ സംഘത്തിൽപ്പെട്ട 11 പേരാണ്. 2021 ഡിസംബർ 11-നായിരുന്നു ഈ കൊലപാതകം നടന്നത്. 2.5 വർഷങ്ങളിൽ കഴിയുന്നു. ആ വിധി ഇന്ന് വരികയാണ്. പ്രതികൾക്ക് കടുത്ത ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചിട്ടുണ്ട്. ഏതായാലും ഇന്ന് കോടതി വിധി പറയുമ്പോൾ കടുത്ത ശിക്ഷ തന്നെ പ്രതികൾക്കുണ്ട്. കാരണം പ്രതികൾ ഇത്തരം സംഭവങ്ങൾ നേരത്തെയും ഉൾപ്പെട്ടിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ അത്തരം ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ. അതുകൊണ്ട് തന്നെ അവർക്ക് കടുത്ത ശിക്ഷ വേണമെന്ന പ്രോസിക്യൂഷന്റെ വാദം കോടതി അംഗീകരിക്കാൻ തന്നെയാണ് സാധ്യത. തിരുവനന്തപുരം റൂറൽ അഡീഷണൽ SP ആയിരുന്ന MK സുൾഫിക്കർ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷനും അന്വേഷണത്തിന് കഴിഞ്ഞിട്ടുള്ള ആത്മവിശ്വാസമാണ് പ്രോസിക്യൂഷനും അന്വേഷണ സംഘവും പ്രകടിപ്പിക്കുന്നത്. ഇന്ന് 11 മണിയോടുകൂടി ഈ കേസിലെ വിധി പറയും.
ശരി, വി അരുണാണ് വിശദാംശങ്ങൾ വാർത്തകളുടെ നൽകിയത്. ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരിമരുന്ന് കേസിൽ കുടുക്കി ഒളിവിൽ പോയ മുഖ്യപ്രതി നാരായണദാസിനെ ഇന്ന് നാട്ടിലെത്തിക്കും. ബംഗളൂരുവിൽ നിന്ന് കൊടുങ്ങല്ലൂർ ACP VK രാജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്നലെ പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. പ്രതിയുടെ മുൻകൂർ ജാമ്യം സുപ്രീംകോടതി നേരത്തെ തള്ളിയിരുന്നു. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, ഏറെ നാളായി നാരായണദാസ് ഒളിവിലായിരുന്നു. ഇപ്പോൾ അയാളെയാണ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവരുന്നത്. ഇനി ഷീല പറയുന്നത് പോലെ ആരാണ് ഈ വണ്ടിയിൽ കൊണ്ടുവച്ചത്, അക്കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. അതിലേക്കൊക്കെ ഈ ഒരു അറസ്റ്റിലൂടെ കാര്യങ്ങൾ എത്തും എന്നാണോ പ്രതീക്ഷിക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീജ, പൊതുവിൽ അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും നിർണായകമായ ഒരു അറസ്റ്റാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. കാരണം ഈ ഷീല സണ്ണി പറയുന്നത് പോലെ തനിക്കെതിരെ ബോധപൂർവമായ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അത് അവർ പറയുന്ന കാര്യങ്ങളും വളരെ കൃത്യമായിരുന്നു. കാരണം 72 ദിവസത്തോളം ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കഴിയേണ്ടി വന്ന ഒരാളാണ് ഷീല സണ്ണി. പിന്നീട് അവർ തൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിന് വേണ്ടി അവർ തന്നെ ഇറങ്ങി പുറപ്പെട്ടതിൻ്റെ ഫലമായിട്ടാണ് പിന്നീട് ഈ കേസിൽ വളരെ വലിയ രീതിയിലുള്ള ട്വിസ്റ്റുകൾ അടക്കമുണ്ടാവുകയും ചെയ്യുന്നത്. ഹൈക്കോടതിയുടെ ഇടപെടലടക്കം ഈ കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഇതിൽ ഷീല സണ്ണി പറയുന്നത് പോലെ തൻ്റെ ബാഗിൽ LSD സ്റ്റാമ്പുകൾ കൊണ്ടുവന്ന് വെച്ചത് ആര് എന്ന കാര്യത്തിലേക്ക് കൃത്യമായ ഒരു അന്വേഷണം എത്തുകയാണെങ്കിൽ അത് അവർക്ക് നിർദ്ദേശം നൽകിയത് ആര് എന്നതിലേക്കും എത്താൻ കഴിയും. തന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ഈ കൊണ്ടുവച്ചത് ആര് എന്നതിനപ്പുറം ഇത് ആര് നിർദ്ദേശം നൽകി എന്നതാണ് അവർ പറയുന്നത്. അവരുടെ മരുമകളെയും ബന്ധുക്കളെയും എല്ലാം തന്നെയാണ് ഷീല സണ്ണി നേരത്തെയും ഇക്കാര്യങ്ങളിൽ സംശയിച്ചിരുന്നത്. അപ്പോൾ അത്തരം സംശയങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ളൊരു ആധികാരികതയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ബോധ്യം വരേണ്ടതുണ്ട്. നേരത്തെ നാരായണദാസിനെ ചൊല്ലി പോലീസ് പലതവണ അന്വേഷണം നടത്തിയെങ്കിലും ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. പിന്നീട് മുൻകൂർ ജാമ്യാപേക്ഷ അടക്കം നേടുന്നതിന് സുപ്രീം കോടതി അടക്കം സമീപിക്കുന്ന ഒരു ഘട്ടത്തിലുമെല്ലാം തന്നെ എത്തി. പക്ഷേ ജാമ്യാപേക്ഷകൾ നിരസിക്കപ്പെടുകയായിരുന്നു. തുടർന്നാണ് അയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയത്. ഇപ്പോൾ ബംഗളൂരുവിൽ നിന്ന് ഇയാൾ അറസ്റ്റിലായിരിക്കുന്നു. ഇന്ന് കൊച്ചിയിലേക്ക് എത്തിക്കും. കൊടുങ്ങല്ലൂർ പോലീസിൻ്റെ കീഴിലാണ് ഈ അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ, ACPയുടെ കീഴിലാണ് അന്വേഷണം അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ വരുന്നത്. ഏതായാലും ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ വളരെ കൃത്യമായ വിവരങ്ങൾ ആര് നിർദ്ദേശം നൽകി എന്നത് തന്നെയാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു കാര്യം. അത് കൃത്യമായി കണ്ടെത്താൻ നാരായണദാസിലൂടെ കഴിയുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘവും പ്രതീക്ഷിക്കുന്നത്. ശ്രീജ, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. വിഴിഞ്ഞം യാഥാർത്ഥ്യമാവുന്നു. മറ്റൊരു പദ്ധതിക്കും ഉണ്ടാകാത്ത അത്ര തടസ്സങ്ങളാണ് വിഴിഞ്ഞം തുറമുഖത്തിന് നേരിടേണ്ടി വന്നത്. രാഷ്ട്രീയ തർക്കങ്ങളും പ്രാദേശിക പ്രതിഷേധങ്ങളും തുടങ്ങി അന്താരാഷ്ട്ര തലത്തിൽ വരെ എതിർപ്പുകൾ ഉണ്ടായി. ഇതെല്ലാം അതിജീവിച്ചാണ് വിഴിഞ്ഞം എന്ന മലയാളിയുടെ സ്വപ്നം ഈ 2-ാം തീയതി യാഥാർത്ഥ്യമാവുന്നത്. എട്ടാം നൂറ്റാണ്ടിൽ ആയിരാജവംശത്തിന്റെ കാലത്ത് തുടങ്ങുന്നു വിഴിഞ്ഞത്തിന്റെ കഥ. തുറമുഖത്തിന്റെ കരുത്തിൽ ആയിരാജവംശം സമൃദ്ധിയിലേക്ക് കുതിച്ചു. രാജവംശത്തെ തകർക്കാൻ ശത്രുക്കൾ പദ്ധതിയിട്ടു. വിഴിഞ്ഞം തുറമുഖം പിടിച്ചെടുക്കാനായി പിന്നീടുള്ള ശ്രമങ്ങൾ, പിന്നെ നൂറ്റാണ്ടുകളോളം പല യുദ്ധങ്ങൾ. ചേരന്മാരും ചോളന്മാരും പാണ്ഡ്യന്മാരും തുറമുഖത്തിനു വേണ്ടി തമ്മിലടിച്ചു. 12-ാം നൂറ്റാണ്ടോടെ വിഴിഞ്ഞം തുറമുഖം ക്ഷയിച്ചു. പിന്നെ പതിയെ പതിയെ ഇല്ലാതായി. ദീർഘദർശിയായ ഭരണാധികാരി ദിവാൻ CP രാമസ്വാമിയുടെ കാലത്താണ് വിഴിഞ്ഞത്തിന്റെ വികസന സ്വപ്നങ്ങളും പുനർജനിച്ചത്. തുറമുഖത്തിന് വേണ്ടി CP സർവേ നടത്തി. ഇതിനിടെ രാജഭരണം മാറി ജനാധിപത്യം നിലയിൽ വന്നു. അതോടെ വിഴിഞ്ഞവും പതിയെ മറവിയിലേക്ക് മുങ്ങാൻ തുടങ്ങി. ജനാധിപത്യ സർക്കാരുകളുടെയും റഡാറിൽ എന്നും വിഴിഞ്ഞമുണ്ടായിരുന്നു. പക്ഷേ പല കാരണങ്ങൾ, തർക്കങ്ങൾ, അനിശ്ചിതത്വങ്ങൾ. കൊച്ചിയുള്ളപ്പോൾ വിഴിഞ്ഞത്തെന്തിന് മറ്റൊരു തുറമുഖമെന്ന മണ്ടൻ ചോദ്യം വരെ. അങ്ങനെ കാരണങ്ങൾ പലതാണ് സ്വപ്ന പദ്ധതിയുടെ തീരം തൊടൽ ഇത്രയും വൈകിയതിന്. 1991 കരുണാകരൻ സർക്കാരിന്റെ കാലത്ത് വിഴിഞ്ഞത്തിന് വീണ്ടും ജീവൻ വച്ചു. കരുണാകരൻ മാറി. 95 AK ആന്റണി മുഖ്യമന്ത്രിയായി.
MV രാഘവനായിരുന്നു തുറമുഖ വകുപ്പ് മന്ത്രി. പദ്ധതിക്കായി കുമാർ എനർജി കോർപ്പറേഷനുമായി ആന്റണി സർക്കാർ ധാരണാപത്രം ഒപ്പിട്ടു. UDF മാറി LDF അധികാരത്തിലെത്തി. നായനാർ സർക്കാരിന്റെ കാലത്തും ചർച്ചകൾക്ക് കുറവുണ്ടായിരുന്നില്ല. പക്ഷേ പദ്ധതി മുന്നോട്ടു പോയില്ല. 2004 ഉമ്മൻചാണ്ടി സർക്കാർ സ്വകാര്യ പങ്കാളിത്തത്തോടെ തുറമുഖം നിർമ്മിക്കാൻ രൂപരേഖ തയ്യാറാക്കി. അടുത്ത വർഷം ടെൻഡർ വിളിച്ചു. ചൈനീസ് കമ്പനികളുടെ കൺസോർഷ്യമാണ് ടെൻഡർ നേടിയത്. പ്രതിസന്ധികളുടെ അടുത്ത ഘട്ടം അവിടെ തുടങ്ങുകയായിരുന്നു. ചൈനീസ് കമ്പനിക്ക് കേരളത്തിൽ എന്ത് താല്പര്യമെന്ന ചോദ്യങ്ങൾ ഉയർന്നു. രാജ്യസുരക്ഷയെ ബാധിക്കുമെന്ന ആശങ്കകളും പടർന്നു. VS അച്യുതാനന്ദൻ സർക്കാർ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ ശ്രമിച്ചു. സുരക്ഷാ അനുമതിയുടെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടർന്നു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിയിലെത്തി. പ്രധാനമന്ത്രിയെ കണ്ടു. UPA സർക്കാരിനെ നിയന്ത്രിച്ചിരുന്ന CPM സമ്മർദ്ദം ശക്തമാക്കി. ഒന്നുകിൽ അനുമതി നൽകണം, അല്ലെങ്കിൽ നിഷേധിക്കണം. ഇതായിരുന്നു ആവശ്യം. ഒടുവിൽ സുരക്ഷാ അനുമതി നിഷേധിച്ച് കേന്ദ്രം തീരുമാനമറിയിച്ചു. അവിടെ പുതിയ വഴി തുറന്നു. പുതിയ ടെൻഡറിനുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചു. ടെൻഡറിന് മുന്നോടിയായി വിഴിഞ്ഞത്തിനു വേണ്ടി സർക്കാർ ആഗോള നിക്ഷേപക സംഗമം സംഘടിപ്പിച്ചു. അങ്ങനെ ലാൻകോ കൊണ്ടപ്പള്ളി എന്ന ഹൈദരാബാദ് കമ്പനി വിഴിഞ്ഞത്തേക്ക് വന്നു. അവിടെയും പ്രശ്നങ്ങൾ തീർന്നില്ല. ടെൻഡറിൽ പങ്കെടുത്ത സൂം ഡെവലപ്പേഴ്സ് ലാൻകോയ്ക്കെതിരെ കോടതിയെ സമീപിച്ചു. നീണ്ട നിയമ പോരാട്ടങ്ങൾ. ഒടുവിൽ നിരാശരായി ലാൻകോ ഗ്രൂപ്പ് കരാറിൽ നിന്ന് പിന്മാറി. വിഴിഞ്ഞം വീണ്ടും അനാഥമാകുന്നു. ഇതിനിടെ 2009 തുറമുഖത്തിന്റെ മുഖ്യ ഉപദേഷ്ടാവായി ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷനെ സർക്കാർ നിയമിച്ചിരുന്നു. ഭൂ ഉടമ മാതൃകയിൽ പദ്ധതി നടപ്പാക്കാനായിരുന്നു ഉപദേശം. വെൽസ്പൺ ഗ്രൂപ്പ് ടെൻഡറിൽ യോഗ്യത നേടി. പക്ഷേ അവർക്കും പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ കഴിഞ്ഞില്ല. എല്ലാം അവസാനിച്ചു എന്ന നിരാശ പടർന്ന കാലം. 2013 വിഴിഞ്ഞം പദ്ധതിക്ക് കേന്ദ്ര സർക്കാരിന്റെ പാരിസ്ഥിതിക അനുമതി ലഭിക്കുന്നു. ഇതോടെ പുതിയ വേഗം കൈവന്നു വിഴിഞ്ഞമെന്ന സ്വപ്നത്തിന്. 2015 ഉമ്മൻചാണ്ടി സർക്കാർ അദാനി ഗ്രൂപ്പിന് കൈകൊടുത്തു. ഡിസംബർ 15 അദാനിയുമായി ഉമ്മൻചാണ്ടി കരാർ ഒപ്പിട്ടു. 1000 ദിവസം കൊണ്ട് ആദ്യ കപ്പൽ വിഴിഞ്ഞത്തെത്തും. ഇതായിരുന്നു അന്നത്തെ പ്രഖ്യാപനം. കരാറിനെതിരെ പ്രതിപക്ഷം നിലപാടെടുത്തു. പിന്നെയും അനിശ്ചിതത്വത്തിന്റെ തിരമാലകൾ വിഴിഞ്ഞം തീരത്തെ പൊതിഞ്ഞു. പ്രകൃതിദത്ത തുറമുഖത്തിന്റെ വളർച്ചയ്ക്ക് പ്രകൃതി തന്നെ തടസ്സമായി. വീശിയടിച്ച ഓഖി ചുഴലിക്കാറ്റിൽ പുലിമുട്ടുകൾ നശിച്ചു. കല്ലുകൾ കടലെടുത്തു. ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് തുറമുഖത്തിനു വേണ്ടി നിശ്ചയദാർഢ്യത്തോടെയുള്ള ശ്രമങ്ങൾ ഉണ്ടായി. ഉമ്മൻചാണ്ടിയുടെ കരാറിൽ പിണറായി വിജയൻ മാറ്റങ്ങൾ വരുത്തി. വിഴിഞ്ഞം പദ്ധതിക്ക് പുതിയ ഗതിവേഗം. പ്രതിസന്ധികൾ അപ്പോഴും വിഴിഞ്ഞത്തെ വലയം ചെയ്യുന്നുണ്ടായിരുന്നു. പാറയ്ക്കും ചുണ്ണാമ്പു കല്ലിനുമെല്ലാം ക്ഷാമം നേരിട്ടു. തമിഴ്നാട്ടിൽ നിന്ന് പാറ എത്തിച്ചു. പിന്നാലെ വന്ന കോവിഡ് വ്യാപനം വിഴിഞ്ഞത്തെ വീണ്ടും പിന്നോട്ടടിച്ചു. കോവിഡ് മാറി നിർമ്മാണം തുടങ്ങി. അപ്പോഴേക്കും പ്രദേശവാസികൾ സമരവും തുടങ്ങിയിരുന്നു. തുറമുഖ നിർമ്മാണ പ്രവർത്തനങ്ങളെ സ്തംഭിപ്പിച്ച് വിഴിഞ്ഞം തീരത്ത് സമരവേലിയേറ്റങ്ങളുടെ കാലമായിരുന്നു. പിന്നീട് മാസങ്ങളോളം സമരക്കാർ വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്നതുവരെ കാര്യങ്ങളെത്തി. സർക്കാർ സമരത്തെ അടിച്ചമർത്തി. പതിയെ പതിയെ തീരം ശാന്തമായി. മത്സ്യത്തൊഴിലാളികളെ വിശ്വാസത്തിലെടുത്ത് സർക്കാർ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കി. 2024 ജൂലൈ 12 ട്രയൽ റൺ നടത്തി. ആദ്യ കണ്ടെയ്നർ കപ്പൽ സാൻ ഫെർണാണ്ടോ തീരം തൊട്ടു. വിഴിഞ്ഞത്ത് അത്യാഹ്ലാദത്തിന്റെ നിമിഷങ്ങൾ. തടസ്സങ്ങളുടെയും പ്രതിസന്ധികളുടെയും കഥകൾ അവിടെയും അവസാനിച്ചില്ല. വിഴിഞ്ഞത്തൊരു തുറമുഖം വന്നാൽ അത് തങ്ങളെ ബാധിക്കുമോ എന്ന് ആശങ്കപ്പെട്ട അയൽ സംസ്ഥാനവും അയൽ രാജ്യങ്ങളുമൊക്കെ കഴിയും പോലെ വിഴിഞ്ഞത്തിന് പാര പണിതു. വയബിലിറ്റി ഗ്യാപ് ഫണ്ടിന് നാട്ടിലില്ലാത്ത വ്യവസ്ഥകൾ വച്ച് കേന്ദ്ര സർക്കാരും ബുദ്ധിമുട്ടിച്ചു. തടസ്സങ്ങളെ കീറിമുറിച്ച് വിഴിഞ്ഞമെന്ന കപ്പൽ കുതിക്കുകയാണ്. രാജ്യത്തിനും കേരളത്തിനും അഭിമാനമായി. സമൃദ്ധിയുടെ നല്ല നാളുകൾ സ്വപ്നം കാണാൻ മലയാളിക്ക് കരുത്തായി. വിഴിഞ്ഞത്തു നിന്നും അരുൺ പാലോടിനൊപ്പം VV അരുൺ, ന്യൂസ് 18. ഇനി സ്പെഷ്യൽ ഡേ വിഷസിലേക്കാണ്. കണ്ണൂർ ആദികടലായി സ്വദേശി അക്ഷയ വിഘ്നേഷിന്റെ 30ാം പിറന്നാളാണ്. ആശംസകൾ നേരുന്നത് ഭർത്താവ് വിഘ്നേഷും മകൾ ആഷ്മിക വിഘ്നേഷും അമ്മയും മറ്റ് കുടുംബാംഗങ്ങളുമാണ്. ഞങ്ങളുടെയും ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ വിഷസ്. രാവിലെ നമ്മൾ പതിവ് പോലെ 8 മണിയായി. അപ്പോൾ ഒരു ബ്രേക്ക് എടുക്കുകയാണ്. നമുക്കിനി പോലീസ് പെട്രോൾ കാണാം. തിരിച്ചെത്താം പിന്നീട്.